നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കസ്റ്റംസിൻ്റെ 3rd ചാപ്റ്റർ ആയിരുന്നു അല്ലേ. നമ്മൾ ചുമ്മാ 3rd ചാപ്റ്റർ എന്ന് വിളിച്ചതാണ്. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ, അതായത് നമ്മുടെ കസ്റ്റംസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് ഈ ലെവി ഓഫ് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ 3ാമത്തെ ചാപ്റ്ററായിട്ട് വിളിച്ചതല്ലേ. കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് ആ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യം എന്താണെന്ന് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്ന് ബാക്കി നമ്മുടെ ഈ ലെവി ഓഫ് കസ്റ്റം ഡ്യൂട്ടി പഠിച്ച് തീർക്കാം. ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഈ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആദ്യമേ എന്താണ് പഠിച്ചത്? അതായത് ഒരു ഗുഡ്സ് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബിഹൈൻഡ് ദ സീനിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ. നോക്കി, നമ്മൾ USA നിന്ന് ഗുഡ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ആ ഗുഡ്സ് എക്സ്പോർട്ടർ പേഴ്സൺ ഇൻ ചാർജിൻ്റെ കയ്യിൽ കൊടുക്കും. പേഴ്സൺ ഇൻ ചാർജ് ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ പേരാണ് ബിൽ ഓഫ് ലാഡിങ്. ഓക്കെ, അത് 3 കോപ്പീസിലായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ 2 എക്സ്പോർട്ടർ കൊടുക്കും, ഒരെണ്ണം പേഴ്സൺ ഇൻ ചാർജിൻ്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കും. ആ എക്സ്പോർട്ടർ എന്ത് ചെയ്യും? ഈ 2 കോപ്പിയിൽ ഒരെണ്ണം എക്സ്പോർട്ടറുടെ കയ്യിൽ വെക്കുകയും ഒരെണ്ണം ഇമ്പോർട്ടറുടെ കയ്യിൽ വെക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ സാധനം നേരെ എവിടെ പോയി? ഇമ്പോർട്ടറുടെ കയ്യിൽ പോയി. അപ്പോൾ ഇമ്പോർട്ടറുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്ത്? നമ്മുടെ ഈ ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏത് ഗുഡ്സാണ്, ഏത് ടൈപ്പാണ്, എത്ര വെയിറ്റ് ഉണ്ട്, അതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷനും, അത് ഏത് ഷിപ്പിലാണ് അല്ലെങ്കിൽ ഏത് മാർഗത്തിലൂടെയാണ് നമ്മൾ അയക്കുന്നത്, അവിടുത്തെ പേഴ്സൺ ഇൻ ചാർജ് ആരാണ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ചേർന്ന ഒരു ഡോക്യുമെൻ്റ് ആരുടെ കയ്യിൽ കാണും? നമ്മുടെ ഇമ്പോർട്ടറുടെ കയ്യിൽ കാണും. ഓക്കെ, ആ ഇമ്പോർട്ടർ അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന വേറൊരു സാധനമുണ്ട് അല്ലേ. അതിനകത്ത് നോക്കി ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേറൊരു സാധനം പ്രിപ്പയർ ചെയ്യും. അതിൻ്റെ പേരാണ് എന്ത്? ബിൽ ഓഫ് എൻട്രി. ഓക്കെ, അതിലേക്ക് വരാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ നോക്കാം. അങ്ങനെ ഈ ഗുഡ്സ് പേഴ്സൺ ഇൻ ചാർജ് എന്ത് ചെയ്തു? ഷിപ്പിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ 12 നോട്ടിക്കൽ മൈൽസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പെർമിഷൻ മേടിക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ കസ്റ്റം പോർട്ടിലേക്ക് ഒരു പെർമിഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു IGM അല്ലേ, ഒരു IGM ഫയൽ ചെയ്യും. അങ്ങനെ IGM ഫയൽ ചെയ്ത് പറയുകയാണ്, ഞങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടിങ്ങോട്ട് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും സ്പേസ് ഒക്കെ വേണം വിട്ടേക്കാൻ വേണ്ടിയിട്ട്, ഷിപ്പ് ഇത്ര ദിവസം ഇവിടെ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചി പോർട്ടിലേക്ക് അവർ IGM സെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ IGM ഒക്കെ വെച്ച് വെരിഫൈ ചെയ്ത് എല്ലാ സാധനങ്ങളും ഓക്കെ ആണെങ്കിൽ പറയും നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എൻട്രി ഇൻവേർഡ് തരും അല്ലേ. അങ്ങനെ എൻട്രി ഇൻവേർഡ് കിട്ടിയാൽ നമ്മൾ ഈ സാധനം കൊണ്ടുവന്ന് കൊച്ചി പോർട്ടിലെടുക്കും. കൊച്ചി പോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സാധനം നേരെ ഇവിടെ വരും, നമ്മുടെ കസ്റ്റം ഏരിയയിൽ വരും അല്ലേ, കസ്റ്റം സ്റ്റേഷനിലെ കസ്റ്റം ഏരിയയിൽ വരും. ഓക്കെ, ഈ ഷിപ്പിലുള്ള ആൾക്കാരെല്ലാം വന്ന് നമ്മുടെ ഈ നമ്മുടെ ഈ ബോർഡിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ കസ്റ്റം ബോർഡിംഗ് സ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് പറയുന്ന ഈ ഒരു സ്റ്റേഷനിൽ ചെല്ലും. അതുപോലെ നമ്മുടെ ഈ സാധനം വന്ന് എവിടെ? കസ്റ്റം ഏരിയയിൽ വരും. നമുക്ക് സാധനത്തിനെ പറ്റിയിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയാണ്? ഈ കസ്റ്റം ഏരിയയിൽ കിടക്കുന്ന സാധനം ആരെങ്കിലും വന്ന് ക്ലെയിം ചെയ്യണം അല്ലേ. ആരായിരിക്കും ക്ലെയിം ചെയ്യുന്നത്? നമ്മുടെ ഇമ്പോർട്ടർ ആയിരിക്കും ക്ലെയിം ചെയ്യുന്നത്. എന്ത് കൊടുത്തുകൊണ്ട് ക്ലെയിം ചെയ്യും? ബിൽ ഓഫ് എൻട്രി. ഈ സാധനം എൻ്റെതാണ്, ഇതിൽ ടാക്സ് അടയ്ക്കാൻ ഞാൻ ലൈബിളാണ്, എക്സ്പോർട്ടർ ഇങ്ങോട്ട് അയച്ച ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യും. അങ്ങനെ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അയാൾക്ക് അത് ഹോം കൺസംഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നമ്മുടെ കസ്റ്റം പോർട്ടിലുള്ള വെയർ ഹൗസിലേക്ക് വെക്കാം അല്ലേ. അങ്ങനെ ഹോം കൺസംഷന് കൊണ്ടുപോകണമെങ്കിലും വെയർ ഹൗസിൽ വെക്കുകയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ബിൽ ഓഫ് എൻട്രി നമ്മളൊന്നും ജസ്റ്റ് മോഡിഫൈ ചെയ്ത് വേറൊരു പേര് വിളിക്കും. എന്താണ്? എക്സ്ബോർഡ് ബിൽ ഓഫ് എൻട്രി എന്നും ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി എന്നും നമ്മൾ വിളിച്ചു. എക്സ്ബോർഡ് ബിൽ ഓഫ് എൻട്രി എന്നും ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി എന്നും നമ്മൾ വിളിച്ചു. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? അതായത് നമ്മളിങ്ങനെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഏത് റേറ്റിന് മേടിക്കണം, അതായത് ഏത് ദിവസം നമ്മുടെ നാട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്ന റേറ്റിന് മേടിക്കണം. നോക്കി, ഇവിടെയാണെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഡേറ്റ് ഒന്ന്, അത് കഴിഞ്ഞ് ബിൽ ഓഫ് ലാഡിങ് കിട്ടിയ ഡേറ്റ് ഒന്ന്, ഇവിടെ വന്ന് IGM കൊടുത്ത ഡേറ്റ് ഒന്ന്, എൻട്രി ഇൻവേർഡ് കിട്ടിയ ഡേറ്റ് ഒന്ന്, ബിൽ ഓഫ് എൻട്രി കിട്ടിയ ഡേറ്റ് ഒന്ന്, കസ്റ്റം ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെയർ ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ബോർഡ് ഇൻബോർഡ് ബിൽ ഓഫ് എൻട്രി ഇത് 2 ഏതെങ്കിലും കൊടുത്ത് ആ ഡേറ്റ് ഒന്ന്. അപ്പോൾ ഇത്രയും ഡേറ്റുകളുണ്ട്. ഇതിൽ ഏത് ഡേറ്റിലുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടി, ഏത് ഡേറ്റിലുള്ള റേറ്റിലുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടിയാണ് നമ്മൾ മേടിക്കേണ്ടത്? അതാണ് നമ്മളിവിടെ താഴെ പഠിച്ചത് അല്ലേ. ഓർമ്മയുണ്ടോ? സിമ്പിളായിട്ടൊന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ടാക്സബിൾ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കസ്റ്റം സ്റ്റേഷൻ അത് കടന്നിരിക്കണം അല്ലേ, നമ്മുടെ കസ്റ്റം ബാരിയർ അത് കടന്നിരിക്കണം, കൂടാതെ എന്ത്? ഒരു ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ കൂടി മെയ്ഡ് ചെയ്തിരിക്കണം അല്ലേ. അതായത് നമ്മുടെ ബാരിയർ കടക്കുകയും വേണം, കൂടാതെ ആരെങ്കിലും വന്ന് ഈ ഗുഡ്സ് ഞങ്ങളുടേതാണെന്ന് പറയണ്ടേ. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരെയും ടാക്സ് മേടിക്കും, ആരെയും ഡ്യൂട്ടി മേടിക്കും, ആരെയും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ടാക്സബിൾ ഇവൻ്റ്. ഓക്കെ, ഇനി റേറ്റ് എന്ന് പറഞ്ഞാലോ, ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ എൻട്രി ഇൻവേർഡ് സബ്മിറ്റ് ചെയ്ത ഡേറ്റ്, ഇതിൽ വിച്ച് എവർ ഈസ് ലേറ്റർ, ഏറ്റവും അവസാനം നടക്കുന്നത് ഏതാണോ അതാണ് എന്തെന്ന് പറയുന്നത്, ആ ഡേറ്റിനുള്ള ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ റേറ്റ് വേണം നമ്മൾ എടുക്കാൻ. മോസ്റ്റ് ഓഫ് ദി കേസിൽ അത് എന്ത് തന്നെ ആയിരിക്കും? നമ്മുടെ ഈ ഡേറ്റ് ഓഫ് സബ്മിഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി തന്നെ ആയിരിക്കും. കാരണം ബിൽ ഓഫ് എൻട്രി ആയിരിക്കും അവസാനം സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ചില സിറ്റുവേഷനിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ആ പോർട്ടിൽ ഗുഡ്സ് വരുന്നതിന് മുമ്പ് തന്നെ അഡ്വാൻസ് ആയിട്ട് ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് വരുന്നത്? ഈ എൻട്രി ഇൻവേർഡ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് വരുന്നത്. ഓക്കെ അല്ലേ. അടുത്ത
നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്തിനാണ്? ഈ വരുന്ന സാധനങ്ങൾ നമ്മൾ അമേരിക്കയിൽ നിന്നല്ലേ കൊണ്ടുവന്നത്. അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ അത് എന്തിലായിരിക്കും? ഡോളേഴ്സിലായിരിക്കും. അത് നമ്മൾ ഇന്ത്യൻ മണിയിലോട്ട് മാറ്റണ്ടേ? ഇന്ത്യൻ കറൻസിലോട്ട് മാറ്റിയല്ലേ എൻ്റെ ഇന്ത്യൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ആ റേറ്റ് എന്നായിരിക്കും? ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണോ ആ ഡേറ്റിനുള്ള ഫോറിൻ കറൻസി റേറ്റ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അത് ആ റേറ്റ് പറയുന്നത് ആരാ? CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് കസ്റ്റംസ്. ഇനി എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ആ സാധനം കൊണ്ടുവന്ന് കസ്റ്റം പോർട്ടിൽ കൊടുക്കും അല്ലേ? കസ്റ്റം സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ അവിടുത്തെ പ്രോപ്പർ ഓഫീസർ പറയും ഓക്കെ ഇത് ലീഗലായിട്ടുള്ള സാധനമാണ്, പെർമിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? പെർമിറ്റിംഗ് ക്ലിയറൻസ് നമുക്ക് പെർമിറ്റ് ചെയ്ത് തരും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എൻട്രി ഔട്ട്വേർഡ് അല്ലേ? എൻട്രി ഔട്ട്വേർഡ് ഗ്രാൻഡ് ചെയ്യുന്നെങ്കിൽ ആ ഒരു മൊമെൻ്റാണ് നമ്മുടെ എന്ത് ടാക്സബിൾ ഇവൻ്റ്. ഓക്കെ അല്ലേടാ? ഇനി നമ്മുടെ റേറ്റോ ഇവിടെ ഒരു സാധനം മാത്രമേ ഉള്ളൂ. എന്ത്? ആ എൻട്രി ഔട്ട്വേർഡ് കിട്ടിയ ഡേറ്റ്. ഓക്കെ, ഇവിടെയാണെങ്കിലോ റേറ്റ് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്നൊക്കെ. ഇനി നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കൊരു വേറെ 2 ഡോക്യുമെൻ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഷിപ്പിലോ വെസലിലോ ആണെങ്കിൽ അവിടെ ഷിപ്പിംഗ് ബില്ലെന്നും, അല്ല നമ്മൾ വെഹിക്കിളിലാണ് എക്സ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ബിൽ ഓഫ് എക്സ്പോർട്ട് എന്നും പറയും. ആ ഡേറ്റിൻ്റെ ദിവസം അന്നത്തേക്കുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും നമ്മൾ ആപ്ലിക്കബിൾ ചെയ്യുന്നത്. പ്രശ്നമൊന്നുമില്ല ഇവിടെ, സിമ്പിൾ കാര്യമില്ലേ? പിന്നെ 2 കാര്യം കൂടെ പഠിച്ചു. നമ്മൾ വെയർ ഹൗസിലേക്ക് ഗുഡ്സ് കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഡേറ്റിലായിരിക്കും നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈടാക്കുന്നത്? ഏതാണ്? എക്സ്ബോൺ ബിൽ ഓഫ് എൻട്രി കൊടുക്കുമ്പോൾ അല്ലേ? വെയർ ഹൗസിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യേണ്ട ബിൽ ഓഫ് എൻട്രിയുടെ പേരാണ് എക്സ്ബോൺ ബിൽ ഓഫ് എൻട്രി. അങ്ങനെയാണെങ്കിൽ ആ എക്സ്ബോൺ ബിൽ ഓഫ് എൻട്രി കൊടുക്കുന്ന ഡേറ്റിലായിരിക്കും നമ്മൾ ആ ഡേറ്റിലുള്ള റേറ്റിനായിരിക്കും നമ്മൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈടാക്കുന്നത്. ഓക്കെ അല്ലേടാ? അടുത്ത് എന്താണ്? വെഹിക്കിളിലൂടെയാണ് പോകണമെങ്കിൽ അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അഡ്വാൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഡീം ടു ബി ആസ് ആ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്കിനി ബാക്കി പഠിക്കാം. ഇനി ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാൻ സത്യം പറഞ്ഞാൽ 2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. വെറും രണ്ട് ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഫുള്ള് നമ്മുടെ ഇന്ന് കഴിഞ്ഞു. ഒന്നെന്ന് പറഞ്ഞത് ഡ്യൂട്ടി ലയബിൾ ഇൻ സർട്ടൺ സ്പെഷ്യൽ കേസസ്. ഇനി ചില പ്രത്യേക സിറ്റുവേഷൻസിനകത്ത് നമ്മൾ ഈ കസ്റ്റം ഡ്യൂട്ടി മേടിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. ഒരു 4 പ്രത്യേക സിറ്റുവേഷൻസ് നമ്മൾ പഠിക്കും. ഓക്കെ അല്ലേ? അത് സിമ്പിളായിട്ട് നമ്മൾ പഠിക്കും, ഒരു പ്രശ്നമില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്നാമത്തത് സർട്ടൺ സിറ്റുവേഷൻസ്, ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻസ്, നമ്മൾ കസ്റ്റം ഡ്യൂട്ടി മേടിക്കുന്ന ചില സ്പെഷ്യൽ സിറ്റുവേഷൻസ്. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ള പോയിന്റ് എന്താണെന്ന് അറിയാമോ? കസ്റ്റം ഡ്യൂട്ടി മേടിക്കാത്ത ചില സിറ്റുവേഷൻസ്, കസ്റ്റം ഡ്യൂട്ടി മേടിക്കാത്ത കുറച്ച് സിറ്റുവേഷൻസ്. അപ്പോൾ അത്രയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പോയിന്റ് തീർന്നു, നമ്മുടെ പരിപാടി തീർന്നു. നമ്മുടെ കസ്റ്റം ഡ്യൂട്ടി മേടിക്കുന്നില്ലേ സ്പെഷ്യൽ സിറ്റുവേഷൻസ് പറഞ്ഞ്, അതൊരു 4 എണ്ണം. കസ്റ്റം ഡ്യൂട്ടി മേടിക്കാത്ത സിറ്റുവേഷൻ ഒരു 3 എണ്ണം. ആ 4, 3, 7 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, ആദ്യത്തെ സാധനം നോക്കിക്കോ. ഓക്കെ, അതിന് മുമ്പ് ഞാൻ ഒരു കഥ പറയാം. കഥയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇത് കഥയല്ല, യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി അല്ലേ? അതെ, നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ആയിരിക്കും കൂടാൻ ശ്രമിക്കുന്നത്. എക്സ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ അതോ ഇമ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ? ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഡെവലപ്ഡ് കൺട്രി ആക്കണമെങ്കിൽ ലോകത്തിന് പുറത്തുള്ള പൈസ അല്ലേ, പുറത്തുള്ള രാജ്യങ്ങളിലെ പൈസയും നമ്മുടെ ഇന്ത്യയിലേക്ക് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കയറ്റി അയക്കുന്ന സാധനം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടണം അല്ലേ? പുറത്ത് നമ്മൾ ചിലവാക്കുന്ന പൈസ കുറയണം. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് കുറയണം. അങ്ങനെയാണെങ്കിൽ ഫോറിൻ കറൻസി നമ്മുടെ നാട്ടിൽ കൂടുകയും അങ്ങനെ നമുക്ക് കൂടുതൽ പണവും സമ്പത്തും വരികയും നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആവുകയൊക്കെ ചെയ്യും അല്ലേ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നില്ലേ? എക്സ്പോർട്ട് എപ്പോഴും നമ്മൾ കൂട്ടാൻ ശ്രമിക്കും, ഇമ്പോർട്ട് എപ്പോഴും കുറയ്ക്കാൻ ശ്രമിക്കും. അതുകൊണ്ടാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി നമ്മൾ കൂടുതലും മേടിക്കാത്തത്. പിന്നെ എക്സംഷൻ പ്രിൻസിപ്പലിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രിൻസിപ്പലിന് ഒരു എക്സംഷനാണ് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗവൺമെൻറ് നമ്മളെ പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ എത്രയും പെട്ടെന്ന് മാക്സിമം ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡ്യൂട്ടി കുറച്ചടച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഡ്യൂട്ടി അടയ്ക്കുക പോലും വേണ്ട അല്ലേ? അല്ലെങ്കിൽ പറയും നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ പൈസ ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് തരാം, എക്സ്പോർട്ടിൻ്റെ കുറേ ഇൻസെൻറ്റീവോ അലവൻസോ ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് തരാമെന്ന്. ഓക്കെ അല്ലേടാ? അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ പറയും എന്നാൽ കൊള്ളാലോ അത്. എന്ത് ചെയ്യുമെന്നറിയാമോ? ഇവന്മാർ ഗുഡ്സ് അങ്ങ് കയറ്റി അയക്കും. നമ്മൾ ഗുഡ്സ് അങ്ങ് കയറ്റി അയക്കുമ്പോൾ ഇവന്മാർ കുറേ ഇൻസെൻറ്റീവ്സ് കിട്ടും, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഇൻസെൻറ്റീവ്സ്. എക്സ്പോർട്ട് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് തരും. ആ ഇൻസെൻറ്റീവ്സ് എല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് ഇവന്മാർ ഈ സാധനം തിരിച്ചിങ്ങ് ഇമ്പോർട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അങ്ങനെ തട്ടിപ്പ് നടത്താൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ ആ സിറ്റുവേഷൻ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നോക്കി, ഗുഡ്സ് ആർ ഇമ്പോർട്ടഡ് ബാക്ക് ഇൻ ടു ഇന്ത്യ ആഫ്റ്റർ എക്സ്പോർട്ടേഷൻ ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. എന്നിട്ട് ആ സാധനത്തിനെ തിരിച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഇന്ത്യയിൽ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, ആ സാധനത്തിനെ തിരിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്തായിരിക്കും എന്നറിയാമോ? നമ്മൾ എക്സ്പോർട്ട് ചെയ്തപ്പോൾ കുറേ ഇൻസെൻറ്റീവ്സ് അലവൻസും ഒക്കെ നമ്മൾ മേടിച്ചില്ലേ? എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഇൻസെൻറ്റീവ്സ് ഒക്കെ മേടിച്ചില്ലേടാ? ആ ഇൻസെൻറ്റീവ്സ് നമ്മൾ തിരിച്ചടയ്ക്കണം, തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായോ? അതായത് ഇവിടുന്ന് ഒരു സാധനം പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ അലവൻസ് അവർ തന്നു
അങ്ങനെയാണെങ്കിൽ അതേ സാധനം തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അതേ അലവൻസ് നമ്മൾ തിരിച്ച് റീപേ ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ് അവൈൽഡ്. നമുക്ക് കിട്ടിയ നമ്മൾ അവൈൽ ചെയ്ത ആ ഇൻസെൻറ്റീവ്സ് അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാൻ എത്ര പോയിൻ്റ് ഉണ്ട്? ഇന്ന് 6 പോയിൻ്റ് ഉണ്ട്. 3 ഈ സ്പെഷ്യൽ സിറ്റുവേഷനിലും 3 അപ്പുറത്ത് ടാക്സ് മേടിക്കാത്ത സിറ്റുവേഷൻസും. ഓക്കെ, നമുക്ക് പഠിക്കാം. ഇവിടെ ഒരു കഥയുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ കുറേ കഥയിലൂടെ പഠിക്കുന്നത്. ഇനി അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു ഡോണിൻ്റെ കഥയൊക്കെ നമ്മൾ പഠിക്കും. നമുക്ക് പഠിക്കാം. നോക്കാം ഇവിടുത്തെ കഥ എന്താണെന്ന് നോക്കാം. മിസ്റ്റർ എ ഭയങ്കര കാശുകാരനാണ്. മിസ്റ്റർ എ ഇവിടുത്തെ AC ഒന്നും മിസ്റ്റർ എക്ക് പറ്റൂല. നമുക്ക് അനിൽ എന്ന് വിളിക്കാം. ഓക്കെ, അനിൽ ഭയങ്കര കാശുകാരനാണ്. അനിലിന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന AC ഒന്നും പിടിക്കൂല. അനിൽ എന്ത് ചെയ്തു? നേരെ അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ വിലയുള്ള ഒരു അടിപൊളി ഒരു യമണ്ടൻ AC ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അനിൽ കാശുകാരനാണ്, അഹങ്കാരിയാണ്. നമ്മുടെ നാട്ടിലെ തണുപ്പ് പിടിക്കാത്തതുകൊണ്ട് അമേരിക്കയിൽ പോയിട്ട് AC മേടിച്ച് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവന്നു. ഓക്കെ, കൊണ്ടുവന്നോട്ടെ, പ്രശ്നമില്ല. നമ്മുടെ അനിൽ 5 ലക്ഷം രൂപയുടെ AC ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വന്നു 10%, ഒരു 50,000 രൂപ. എക്സാമ്പിളാണ്. ഓക്കെ, അങ്ങനെ അനിൽ എന്ത് ചെയ്തു? അതുകൊണ്ട് വീട്ടിലൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് തണുപ്പൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ AC അടിച്ചുപോയി. AC വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അനിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ നാട്ടിൽ നിന്ന് AC മേടിച്ചാണ്, സൂപ്പർ സാധനമാണ്, ഞാൻ ഇവിടെ വന്ന് കുറേ ഗമയൊക്കെ പറഞ്ഞതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവർ പറഞ്ഞു, അല്ല അങ്ങനെ വരാൻ സാധ്യതയില്ല, ഞങ്ങളുടെ സൂപ്പർ ടെക്നോളജിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സാർ ഒരു കാര്യം ചെയ്യും, ആ സാധനം ഇങ്ങ് തിരിച്ചു കൊണ്ടുപോവാ, ഞങ്ങളത് നോക്കിയിട്ട് തിരിച്ചു തരാം, ഗ്യാരണ്ടിയും വാറണ്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അനിൽ എന്ത് ചെയ്തു? ഈ 5 ലക്ഷം രൂപ വിലയുള്ള നമ്മുടെ AC തിരിച്ച് എക്സ്പോർട്ട് ചെയ്തു. എങ്ങോട്ടേക്ക്? നമ്മുടെ അമേരിക്കയിലേക്ക്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ റിപ്പയറിന് വേണ്ടിയിട്ട് തിരിച്ച് എന്ത് ചെയ്തു? എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പോൾ അമേരിക്കക്കാർ അവർ നോക്കിയപ്പോൾ പറഞ്ഞു, അത് സാർ ഒരു പ്രശ്നമുണ്ട്. അതായത് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വോൾട്ടേജും നിങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വോൾട്ടേജും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് കേപ്പബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമുക്കൊരു സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്യണം. ഈ AC-ക്കകത്ത് തന്നെ ഒരു സ്റ്റെബിലൈസർ ഫിറ്റ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന V-ഗാർഡിൻ്റെ സ്റ്റെബിലൈസർ ഒന്നും പോരാ, ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഒരു പ്രത്യേക സ്റ്റെബിലൈസർ നിങ്ങൾ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അനിലിൻ്റെ കാശുണ്ട്, അനിലിനതൊരു വിഷയമല്ല. അനിൽ പറഞ്ഞു ഫിറ്റ് ചെയ്തോ. അപ്പോൾ എന്ത് ചെയ്തു? ഈ 5 ലക്ഷം രൂപയുടെ AC-യുടെ കൂടെ അവർ 1 ലക്ഷം രൂപയ്ക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെബിലൈസറും കൂടെ ആ AC-യോടൊപ്പം ഫിറ്റ് ചെയ്ത് കൊടുത്തു. ഒരു വാല്യൂ അഡീഷൻ നടത്തി. എന്ത് നടത്തിയടാ? ഒരു വാല്യൂ അഡീഷൻ നടത്തി. ഓക്കെ, അതിനുമുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മൾ ഇവിടുന്ന് ഈ സാധനം തിരിച്ചിങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തില്ലടാ. എക്സ്പോർട്ട് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാൻ കൊണ്ടുവന്നപ്പം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എന്ത് ചെയ്തു? ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ പേ ചെയ്തതാണ്, ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാണ്, അത് അവിടെ നിന്ന് 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ അതുപോലെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എക്സ്പോർട്ട് ഡ്യൂട്ടി ഒന്നും അടയ്ക്കേണ്ടി വന്നില്ല. ഓക്കെ, അങ്ങനെ അനിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ സാധനം അവർ തിരിച്ചയക്കുകയാണ്. 5 ലക്ഷം രൂപയും പിന്നെ അതിനോടൊപ്പം 1 ലക്ഷം രൂപയുടെ ഒരു സ്റ്റെബിലൈസറും കൂടെ കയറ്റിയിട്ട് ആ സാധനം നമുക്ക് തിരിച്ചയക്കുകയാണ്. അങ്ങനെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എയർപോർട്ടിൽ വന്നു. ആ സാധനം നമ്മുടെ എയർപോർട്ടിൽ വന്നപ്പോൾ നമ്മുടെ കസ്റ്റം ഓഫീസർ, പ്രോപ്പർ ഓഫീസറൊക്കെ ഇത് നോക്കിയപ്പോൾ 5 ലക്ഷം രൂപയുടെ AC ഉണ്ട്, പക്ഷേ അതിനകത്ത് വേറെ എന്തൊക്കെയോ ഒരു സാധനം, ഒരു 1 ലക്ഷം രൂപയുടെ സ്റ്റെബിലൈസറും കൂടെ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് അതിനോടൊപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രോപ്പർ ഓഫീസർ പറയും, പറ്റൂല അനിലേ, 5 ലക്ഷം രൂപയാണ്, 5 ലക്ഷം രൂപയുടെ നീ പേ ചെയ്തു, പക്ഷേ ഇപ്പം നീ ഒരു അഡീഷണൽ ആയിട്ട് 1 ലക്ഷം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്, ആ 1 ലക്ഷം രൂപയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടി പേ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെ അനിൽ 1 ലക്ഷം രൂപയുടെ കൂടി ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വന്നു. ഇതാണ് നമ്മുടെ കഥ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതായത് റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഗുഡ്സ് പുറത്തൊരു രാജ്യത്തിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഏതെങ്കിലും ഒരു ഗുഡ്സ് റിപ്പയറിന് വേണ്ടിയിട്ട് തിരിച്ച് പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അങ്ങനെ എക്സ്പോർട്ട് ചെയ്ത സാധനം തിരിച്ച് ഇന്ത്യയിൽ വരുമ്പോൾ അതിനകത്തൊരു വാല്യൂ അഡീഷൻ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണ്ട? ഇനി നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരണ്ട. അതേടാ, ആദ്യമേ ഇമ്പോർട്ട് ചെയ്തു, അപ്പോൾ പേ ചെയ്ത് കാണും. പിന്നെ എക്സ്പോർട്ട് ചെയ്തു, അത് റിപ്പയർ കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നെയും തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വാല്യൂ അഡീഷൻ ഒന്നും നടന്നിട്ടില്ലെങ്കിൽ എന്ത് പേ ചെയ്യേണ്ട? നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ തിരിച്ച് ഇമ്പോർട്ട് ചെയ്തില്ലേ, അത് 3 വർഷത്തിനകം വേണം ചെയ്യാൻ. എത്ര വർഷം? 3 വർഷം. അതായത് നമ്മൾ ഈ സാധനം ഈ USA കൊണ്ടുപോയി ഇനി 5 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ റിപ്പയറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതെങ്കിൽ അവർ പറയാം അതൊന്നും പറ്റില്ല. 5 വർഷം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഈ 5 ലക്ഷത്തിനും ഈ 1 ലക്ഷത്തിനും കൂടെ ചേർത്ത് മൊത്തം പൈസയ്ക്ക് നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ 3 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനം ഇവിടെ തിരിച്ച് കൊണ്ടുവരണം. ചില സർട്ടൺ സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ അല്ലേടാ? പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ആരുടെ പേര് തന്നെ ആയിരിക്കണം? അനിലിൻ്റെ പേര് തന്നെ ആയിരിക്കണം.
ഓക്കെ അല്ലേ? അതായത് കള്ളത്തിലൊന്നും നടക്കാൻ പാടില്ല. ഒന്നും കൂടെ പറഞ്ഞേടാ, നമ്മൾ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തും ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കണം? അനിലിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ താഴെ കിടക്കുന്ന രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണെന്നറിയാമോ? ഇമ്പോർട്ടഡ് ഗുഡ്സ് ആർ എക്സ്പോർട്ടഡ് ബാക്ക് ഫോർ റിപ്പയർസ് ആൻഡ് റീ ഇമ്പോർട്ടഡ് ആഫ്റ്റർ റിപ്പയർ. നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് നമ്മൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുകയാണ് റിപ്പയറിന് വേണ്ടിയിട്ട്. അങ്ങനെ റിപ്പയർ കഴിഞ്ഞിട്ട് അത് തിരിച്ച് റീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നോ ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് റീ ഇമ്പോർട്ട്. നമ്മൾ തിരിച്ച് റീ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡ്യൂട്ടി ഒന്നും അടയ്ക്കണ്ട. എപ്പോഴാ ഇഫ് എന്താണ് റീ ഇമ്പോർട്ട് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പോർട്ട്. നമ്മളെങ്ങനെ എക്സ്പോർട്ട് ചെയ്ത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ റിപ്പയർ ചെയ്തിട്ട് തിരിച്ച് വരണം. 3 വർഷത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ നമ്മൾ ആ മൊത്തം പൈസയ്ക്ക് എന്തടയ്ക്കേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. സർട്ടൺ സിറ്റുവേഷൻസിൽ അത് 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ സർട്ടൺ സിറ്റുവേഷൻ ഏതാണെന്നൊന്നും പഠിക്കേണ്ട, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, പിന്നെന്താണ്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മസ്റ്റ് ബി ഇൻ സെയിം ഫോം. അത് സെയിം ഫോമിലായിരിക്കണം. അതിനകത്ത് വാല്യൂ അഡീഷൻ നടക്കരുത്. വാല്യൂ അഡീഷൻ നടന്നു കഴിഞ്ഞാൽ എത്ര രൂപയുടെ വാല്യൂ അഡീഷൻ ആണോ നടന്നത് അത്രയും രൂപയ്ക്ക് എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. അനിലിൻ്റെ കേസിലാണെങ്കിൽ 5 ലക്ഷത്തിനോടൊപ്പം 1 ലക്ഷം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് എന്ത് വേണ്ടി വരും? ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഷുഡിൻ ബി ചേഞ്ച്ഡ്. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രശ്നമില്ല. അടുത്ത, ഇഫ് സച്ച് റിപ്പയർസ് എമൗണ്ട് ടു മാനുഫാക്ചർ. അതായത് നമ്മൾ നടത്തുന്ന ഈ റിപ്പയർ ഒരു മാനുഫാക്ചറിന് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? അതായത് നമ്മൾ നടത്തുന്ന ആ റിപ്പയറിനകത്ത് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷൻ നടക്കുകയാണ്. എക്സ്ട്രാ എന്തെങ്കിലും ഒരു സാധനം ഫിറ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ നമ്മൾ അങ്ങോട്ട് കയറ്റി അയച്ചത് എന്താണെന്നറിയാമോ? വെറും കോട്ടനാണ്. അത് തിരിച്ചു വന്നപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സായിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ മാനുഫാക്ചറിങ് കഴിഞ്ഞു. ആ ഒരു വാല്യൂ അഡീഷൻ നടന്നു. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ദിസ് കോൺസെപ്റ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് എക്സ്ക്ലൂസീവ്. ഓക്കെ, നമ്മുടെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സും EPZ. ആ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനും EPZ-നെ പറ്റിയിട്ട് നമ്മൾ മുമ്പോട്ട് പഠിക്കും. ഓക്കെ, ഈ കോൺസെപ്റ്റ് രണ്ടുപേർക്കും ബാധകമല്ല. പ്രശ്നമില്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് നോക്കാം. അതിന് മുമ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ എക്സാമ്പിൾ നമ്പർ 6 പേജ് നമ്പർ 364 ഒന്ന് നോക്കിയേക്കാൻ. അവിടെ അപ്പോൾ ഇതുമായിട്ട് സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണും, നമുക്കത് പഠിക്കാം. വന്ന് എക്സാമ്പിൾ നമ്പർ 6. ഇതിന് മുമ്പ് എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ നമ്പർ 5 ഇല്ലേടാ, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ആൻഡലിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞില്ലേ, മിസ്റ്റർ എന്ന് പറഞ്ഞ ആ എക്സാമ്പിൾ എയർ കണ്ടീഷണറിൻ്റെ കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞ കാര്യമാണ്. എക്സാമ്പിൾ നമ്പർ 6 നോക്കാം. എ മെഷീൻ വാസ് ഒറിജിനലി ഇമ്പോർട്ടഡ് ഫ്രം ജപ്പാൻ. ഒരു മെഷീൻ നമ്മൾ ഒറിജിനലി ജപ്പാനിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്തത്. ഓക്കെ, ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തോ അറ്റ് റുപ്പീസ് എത്ര രൂപ? 250 ലക്ഷം. അതായത് 2,50,00,000 രൂപയ്ക്കാണ് നമ്മൾ ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇൻ ഓഗസ്റ്റ് 2017. ഓൺ പേയ്മെൻറ്റ് ഓഫ് ഓൾ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ്. എല്ലാ കസ്റ്റം ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ സെഡ് മെഷീൻ വാസ് എക്സ്പോർട്ടഡ് സെൻഡ് ബാക്ക് ടു ദ സപ്ലൈ ഫോർ റിപ്പയർസ്. നമ്മൾ ആ കൊണ്ടുവന്ന ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തിരിച്ച് നമ്മൾ റിപ്പയറിന് വേണ്ടിയിട്ട് അവർക്ക് തിരിച്ചയച്ചു കൊടുത്തു. ഓൺ ജാനുവരി 2018. ഓഗസ്റ്റ് 2017 വാങ്ങിയിട്ട് ജാനുവരി 2018 നമ്മൾ തിരിച്ചു കൊടുത്തു. 3 വർഷത്തിനകത്താണോ? അതെ, 3 വർഷത്തിനകത്താണ്. അങ്ങനെയാണെങ്കിൽ ഒരു വാല്യൂ അഡീഷനും നടന്നില്ല, അത് അയാളുടെ പേരിൽ തന്നെയാണ്, അതിൻ്റെ ഫോമിനൊന്നും ഒരു മാറ്റവും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട? പേ ചെയ്യേണ്ട ആവശ്യമില്ല ഇമ്പോർട്ട് ഡ്യൂട്ടി. നമുക്ക് നോക്കാം. റീഇമ്പോർട്ടഡ് വിത്തൗട്ട് എനി റീമാനുഫാക്ചറിങ് ഓർ റീപ്രോസസ്സിങ് ഇൻ ഒക്ടോബർ 2018. നമ്മളൊരു റീഇമ്പോർട്ട് നടന്നപ്പോൾ ഒന്നും നടന്നില്ല, ഒരു മാനുഫാക്ചറിങ്ങോ പ്രോസസ്സിങ്ങോ ഒന്നും നടന്നില്ല. ഒക്ടോബർ 2018 തന്നെ തിരിച്ചു വന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ പ്രൊവിഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ്. സിൻസ് ദ മെഷീൻ വാസ് അണ്ടർ വാറണ്ടി പീരീഡ്, ദ റിപ്പയർസ് വാസ് ക്യാരിഡ് ഔട്ട് ഫോർ ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നടന്നത്. അപ്പോൾ ഇതുവരെ പറയുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടിയും പേ ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഹൗവർ ദ ഫെയർ കോസ്റ്റ് ഓഫ് റിപ്പയർ ക്യാരിഡ് ഔട്ട് including cost of materials 6 lakh would have been 9 lakh. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റിപ്പയറൊക്കെ നടന്നത് വാറണ്ടി പീരീഡിലാണ്, അതുകൊണ്ട് പൈസയൊന്നും വാങ്ങിയില്ലെന്നേ പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ വാല്യൂ അഡീഷൻ നടന്നു. എന്താണെന്നറിയാമോടാ, നമ്മൾ റിപ്പയർ നടത്താൻ വേണ്ടിയിട്ട് ഒരു 6 ലക്ഷം രൂപയുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള അല്ലറ ചില്ലറ സർവീസുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് മൊത്തം 9 ലക്ഷം രൂപയുടെ റിപ്പയർ നടന്നിട്ടുണ്ട്. 2,50,00,000 രൂപയുടെ മെഷീനറിയാണ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. അതിന് തിരിച്ച് റിപ്പയറിന് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തപ്പോൾ അവർ 9 ലക്ഷം രൂപയ്ക്ക് അതിനകത്ത് എന്ത് ചെയ്തു? റിപ്പയർ ചെയ്തു. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയില്ല, പക്ഷേ അതിനകത്ത് 9 ലക്ഷം രൂപയും കൂടെ ആഡായി അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞ പ്രൊവിഷൻസ് തെറ്റിയില്ലേ? ഫ്രീ ആയിട്ട് തിരിച്ചുകൊണ്ട് വരണമായിരുന്നെങ്കിൽ അവിടെ ഒരു വാല്യൂ അഡിഷൻ നടക്കരുത്, അതിൻ്റെ ഫോമിലൊന്നും മാറ്റം വരരുത്. ഇവിടെ ഫോമിൽ മാറ്റം വന്നില്ലെങ്കിലും ഒരു വാല്യൂ അഡിഷൻ നടന്നു. വാറണ്ടി പീരീഡിലാണ് നമ്മുടെ നിന്ന് പൈസ വാങ്ങിയില്ലെങ്കിലും. ഓക്കെ, ബാക്കി വായിച്ച് നോക്കാം. Actual insurance and freight charges to and fro were 3 lakh rupees.
ഇനി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇൻഷുറൻസും ഫ്ലൈറ്റ് ചാർജസും എല്ലാം കൂടെ കൂട്ടിയിട്ട് എത്രയാണ്? 3 lakh rupees എവിടെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എവിടെയോ ഫ്ലൈറ്റ് ഇൻഷുറൻസ് കോസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധനങ്ങളെല്ലാം ചാർജ് ചെയ്യുന്നത് കോസ്റ്റ് ഇൻഷുറൻസ് ഫ്രൈറ്റ് കൂടുന്ന സാധനമാണ്. കോസ്റ്റും ഇൻഷുറൻസും ഫ്രൈറ്റും കൂടുന്ന CIF വാല്യൂലാണെന്ന് പറഞ്ഞു. അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും എന്തോ ആണെന്ന് ഫ്രീ ഓഫ് ബോർഡെന്നോ അങ്ങനെ എന്തോ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എക്സ്പോർട്ട് വരുമ്പോൾ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ അവിടെ പഠിക്കാം. അപ്പം ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. ദ റേറ്റ് ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി ഈസ് 10% ആൻഡ് ദ റേറ്റ് ഓഫ് IGST ഇൻ ഇന്ത്യ ഓൺ ലൈക്ക് ആർട്ടിക്കിൾ ഈസ് 12%. അപ്പോൾ IGST 10%, 12%, ബേസിക് കസ്റ്റം ഡ്യൂട്ടി 10%. ഓക്കെ, കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് കസ്റ്റം ഡ്യൂട്ടി പേയബിൾ ഇഫ് എനി ഓൺ റീഇമ്പോർട്ട് ഓഫ് മെഷീൻ ആഫ്റ്റർ റിപ്പയർ the ownership of machine has not been changed during the period. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാത്ത ആൾ ഈ ഒരു പോയിന്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കും. ഒറ്റയടിക്ക് വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. അതായത് വാറണ്ടി പീരീഡിലാണ്, അവൻ്റെ കയ്യിൽ നിന്ന് പൈസയൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കും, പൈസയൊന്നും വാങ്ങിയിട്ടില്ല, അപ്പോൾ അവിടെ പൈസയുടെ പ്രശ്നമൊന്നും വരുന്നില്ല, ഈ കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, ഫ്രീ ആയിട്ട് ചെയ്തു തന്നെയാണ്. അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്തു തന്നാണെങ്കിൽ പോലും 6 ലക്ഷം രൂപയുടെ മെറ്റീരിയലും പിന്നെ 3 ലക്ഷം രൂപയുടെ സർവീസും എല്ലാം കൂടെ ചേർത്ത് 6 3 9 ലക്ഷം രൂപയായി. ആ 9 ലക്ഷം രൂപയോടൊപ്പം ആ ഒരു ഫ്ലൈറ്റും ഇൻഷുറൻസും എല്ലാം കൂടെ ചേർന്ന് ഒരു 3 ലക്ഷം രൂപയെ എന്ത് ചെയ്തു? ചിലവായി. അങ്ങനെയാണെങ്കിൽ മൊത്തം ഒരു 12 ലക്ഷം രൂപയുടെ വാല്യൂ അഡീഷൻ നടന്നിട്ടുണ്ട്. ആ 12 ലക്ഷം രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും IGSTയും പേ ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കിയേ, വാല്യൂ ഓഫ് ഗുഡ്സ് റീഇമ്പോർട്ടഡ് ആഫ്റ്റർ എക്സ്പോർട്ട്. എത്ര രൂപയ്ക്കാണ് നമ്മൾ റീഇമ്പോർട്ട് ചെയ്തത്? അഡീഷണലായിട്ട് ഒരു 6 ലക്ഷം രൂപ ഇവിടെ മെറ്റീരിയലിന് വേണ്ടിയിട്ട്, പിന്നെ സർവീസ് എല്ലാം കൂടെ കൂടി ഒരു 3 ലക്ഷം കൂടെ കൂട്ടുമ്പോൾ 9 ലക്ഷം, അതിനോടൊപ്പം ഈ ഫ്ലൈറ്റും ഇൻഷുറൻസും കൂടെ കൂടുന്ന 3 ലക്ഷം. അപ്പോൾ 6 3 9, 9 3 12, 12 lakh rupees നമ്മൾ എന്ത് ചെയ്തു? വാല്യൂവേഷൻ നടത്തി. ആ 12 lakh എഴുതി. അതിനോടൊപ്പം ബേസിക് കസ്റ്റം ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജാണ്? 10% ആഡ് ചെയ്തപ്പോൾ 1,20,000 കിട്ടി. ബേസിക് കസ്റ്റം ഡ്യൂട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈൻ ആരാണ്? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈൻ സോഷ്യൽ വെൽഫെയർ സർചാർജ് 10%. ആ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആയിട്ടുള്ള ഒരു 12,000 കൂടെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മൊത്തം കൂടെ ഒരു 13,30,000 കാണാൻ പറ്റുന്നുണ്ടോ? 13,32,000 rupees കിട്ടും. ഓക്കെ, ഇനി അതേപോലുള്ള ലൈക്ക് ആർട്ടിക്കിൾസിന് ഇന്ത്യയിൽ 12% IGST മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെയും മേടിക്കണം IGST 12%. അപ്പോൾ എത്ര വരും? ഒരു 1,59,840 വരും. എല്ലാം കൂടെ കൂട്ടുമ്പോൾ അതിന് നമ്മൾ ലാൻഡഡ് വാല്യൂ എന്ന് വിളിക്കും. അന്ന് ലാൻഡഡ് വാല്യൂ ഇതുവരെ കേട്ടില്ലല്ലോ. കേട്ടില്ലെങ്കിൽ കേട്ടണ്ട, വിട്ടേരെ. ഈ ലാൻഡഡ് വാല്യൂ ഒക്കെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കും. വാല്യുവേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ലാൻഡഡ് വാല്യൂവും ഇനി വേറെ കുറേ ടേമുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കസ്റ്റം ഡ്യൂട്ടി ഇൻക്ലൂഡിങ് GST ഇതെല്ലാം കൂടെ കൂട്ടുന്ന 2,91,840 rupees. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ച പ്രൊവിഷൻ്റെ ഒരു കണക്കും കൂടെ നമ്മൾ ചെയ്തില്ലേ? ഇനി നമുക്ക് അടുത്ത പ്രൊവിഷനിലേക്ക് പോവാം. ഇപ്പം നമ്മൾ പഠിച്ച എന്താണ്? നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത സാധനം റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അത് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു. ഇനി എങ്ങനെയാണെന്നറിയാമോ? ഇനി എങ്ങനെയാണ്? നമ്മൾ എക്സ്പോർട്ട് ചെയ്തു, പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അത് ഡാമേജ് ആയിപ്പോയി, അല്ലെങ്കിൽ റിപ്പയർ വന്നു. അപ്പോൾ അവർ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത് തരും. നമ്മൾ ശരിയാക്കിയിട്ട് പിന്നെയും തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ചെയ്യണം. അതാണ് ഇനി പഠിക്കാൻ പോകണം. നോക്കി, എക്സ്പോർട്ടഡ് ഗുഡ്സ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സ് ആർ റീഇമ്പോർട്ടഡ്, അത് അവർ തിരിച്ച് റീഇമ്പോർട്ട് ചെയ്ത് തന്നു. ബാക്ക് ഫോർ റിപ്പയർസിന് വേണ്ടിയിട്ട്. ആൻഡ് റീ എക്സ്പോർട്ടേഷൻ ബാക്ക് ആഫ്റ്റർ റിപ്പയർ കഴിഞ്ഞിട്ട് നമ്മളതിനെ റീ എക്സ്പോർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നോ ഡ്യൂട്ടി അറ്റ് ദ ടൈം ഓഫ് റീ ഇമ്പോർട്ട് വിൽ ബി ലെവീഡ് ഇഫ്, അതായത് ഒരു ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ട, തിരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റീ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്യൂട്ടിയും പേ ചെയ്യേണ്ടി വരില്ല. എപ്പോഴാണ് നോക്കി? ഈ താഴെ പറഞ്ഞ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ, പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ. നമ്മൾ ആ റീ ഇമ്പോർട്ട് ചെയ്യുന്നത് 7 വർഷത്തിനുള്ളിലായിരിക്കണം. അത് നമ്മൾ റീ ഇമ്പോർട്ട് ചെയ്യുന്നത് എത്ര നാളത്തിനുള്ളിലായിരിക്കണം? 7 വർഷത്തിനുള്ളിലായിരിക്കണം. അതായത് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ട് 7 വർഷത്തിനുള്ളിൽ അത് തിരിച്ച് നമുക്ക് റിപ്പയറിന് വേണ്ടിയിട്ട് വന്നിരിക്കണം. ഇനി നേപ്പാളിലോട്ടാണെങ്കിൽ 10 വർഷം. അത് അവർ തമ്മിൽ, നമ്മുടെ ഇന്ത്യയും നേപ്പാളും തമ്മിൽ എന്തെങ്കിലും എഗ്രിമെൻറ്റ് കാണും. അതുകൊണ്ടാണ് ഇവിടെ 10 വർഷം എന്ന് എഴുതിയിരിക്കുന്നത്. കുഴപ്പമില്ല, ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പഠിച്ചാൽ മാത്രം മതി, ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അടുത്ത, ഇഫ് റീഇമ്പോർട്ടേഷൻ ഈസ് ഫോർ പ്രോസസ് റിഫൈനിങ് ഓർ റീമേക്കിംഗ്, റീഇമ്പോർട്ടേഷൻ ഷാൾ ബി ഡൺ വിത്തിൻ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പോർട്ടേഷൻ. എന്ത് സംഭവം നോക്കാം, ഒന്നും കൂടെ നോക്കാം. ഇഫ് റീഇമ്പോർട്ടേഷൻ ഈസ് ഫോർ പ്രോസസ് റിഫൈനിങ് ഓർ റീമേക്കിംഗ്, അതായത് നമ്മൾ തിരിച്ച് റീഇമ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വാല്യൂ അഡീഷന് വേണ്ടിയിട്ടാണെങ്കിൽ, അതായത് ഫർദർ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അതിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ ഷാൾ ബി ഡൺ വിത്തിൻ 1 ഇയർ. ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? തിരിച്ച് ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത റീ എക്സ്പോർട്ടേഷൻ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ഇമ്പോർട്ട്. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യൂലേടാ, അതിന് നമ്മൾ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യൂലേ, ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ ശരിയാക്കിയിട്ട്. അത് എത്ര നാളിനുള്ളിൽ കൊടുക്കണം? 6 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. 6 മാസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ഓക്കെ അല്ലേ? ചില സിറ്റുവേഷൻസിൽ 6 മാസം എന്നുള്ളത് 12 മാസത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാം. പ്രശ്നമില്ലല്ലോ. ഇനി ഒരു ബോണ്ടും കൂടെ ഉണ്ട്. ഇനി എന്തുണ്ട്? ഒരു ബോണ്ടുണ്ട്. ഇമ്പോർട്ടർ അറ്റ് ദ ടൈം ഓഫ് ഇമ്പോർട്ടേഷൻ എക്സിക്യൂട്ട് എ ബോണ്ട്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനം എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇൻസെൻറ്റീവ്സോ അലവൻസോ ഒക്കെ കിട്ടും. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജപ്പാൻ, ഓക്കെ, ജപ്പാനിലേക്കാണ് നമ്മൾ എന്തെങ്കിലും ഒരു മെഷീനറി എന്ത് ചെയ്യുന്നത്? എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് കുറേ അലവൻസ് ഒക്കെ കിട്ടും. എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് ഇൻസെൻറ്റീവ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ ആനുകൂല്യങ്ങളൊക്കെ മേടിച്ചു, നമ്മൾ എക്സ്പോർട്ട് ചെയ്തു. അത് ജപ്പാനിൽ തന്നപ്പോൾ ജപ്പാനിൽ കൊണ്ടുവന്നപ്പോൾ അത് റിപ്പയറിന് വേണ്ടിയിട്ട് അവർ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തന്നു. തിരിച്ചയച്ചു തരികയാണെങ്കിൽ നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലേ? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കുറേ ഡ്യൂട്ടീസൊക്കെ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പറയുകയാണെങ്കിൽ അയ്യോ ഇത് റിപ്പയറിന് വേണ്ടിയിട്ട് വന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാം, ഇത് 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ച് അവർക്ക് കയറ്റി അയച്ചോളാം, ഒരു കാര്യങ്ങളും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നമ്മളൊരു ബോണ്ട് സൈൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അങ്ങനെ ബോണ്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ട് 6 മാസത്തിനുള്ളിൽ നമ്മൾ ശരിയാക്കിയിട്ട് തിരിച്ചയച്ചു കൊടുക്കണം. ഇനി നമ്മൾ ആ ബോണ്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ അയച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അന്ന് മുതലുള്ള ഡ്യൂട്ടീസും നമ്മൾ പേ ചെയ്യണം. ആ ഡ്യൂട്ടിയുടെ ഇൻട്രസ്റ്റ് കൂടി ഒരു പെനാൽറ്റി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? ഡ്യൂട്ടിയും പേ ചെയ്യേണ്ടി വരണം, ഇൻട്രസ്റ്റും പേ ചെയ്യേണ്ടി വരും. പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമ്മൾ 3 സിറ്റുവേഷൻ പഠിച്ചു. ഒന്നെന്ന് പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനം തിരിച്ച് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്ത അലവൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത സാധനം റിപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു, അതിനെ തിരിച്ച് ഇമ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു വാല്യൂ അഡീഷൻ നടക്കരുത്. 3 വർഷത്തിനുള്ളിൽ ആ കാര്യം നടക്കണം. ഫോംസ് ഒന്നും ചേഞ്ച് ആവാൻ പാടില്ല, ഓണർഷിപ്പും ചേഞ്ച് ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നും പേ ചെയ്യേണ്ട, ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരില്ല. അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തില്ലേ? ഇനി നമ്മൾ വിറ്റൊരു സാധനം, അതായത് നമ്മൾ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കയറ്റി അയച്ച സാധനം, എക്സ്പോർട്ട് ചെയ്ത സാധനം, അത് റിപ്പയറിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെ റിപ്പയറിന് വേണ്ടിയിട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ബോണ്ട് ഒപ്പിട്ട് കൊടുക്കണം, 6 മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തോളാൻ സമ്മതിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മൾ 6 മാസത്തിനുള്ളിൽ തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്ത് വേണ്ട? ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരില്ല. ഓക്കെ അല്ലേ? ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെനാൽറ്റി ആയിട്ട് നമ്മൾ ഇൻട്രസ്റ്റും പേ ചെയ്യേണ്ടി വരും, കൂടെ എന്തും പേ ചെയ്യേണ്ടി വരും? ആ ഡ്യൂട്ടീസ് ഇന്ന് വരെയുള്ള ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ടി വരും. 3 സിറ്റുവേഷൻ കഴിഞ്ഞില്ലേ? അപ്പോൾ നോക്കിയോ, 4ാമത്തെ പോയിന്റ്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, സീരിയസ് ആയിട്ട് പഠിക്കുകയൊന്നും വേണ്ട, സിമ്പിൾ കാര്യമാണ്. നമുക്ക് നോക്കാം. ഗുഡ്സ് ഡെറലിക്റ്റ്, ജെറ്റ്സം, ഫ്ലോട്ട്സം ആൻഡ് റെക് ബോട്ട് ഓർ കം ഇൻ ടു ഇന്ത്യ. അതായത് എന്തൊക്കെയോ പേര് പറഞ്ഞു അല്ലേ? ഡെറലിക്റ്റ്, ജെറ്റ്സം, ഫ്ലോട്ട്സം ആൻഡ് റെക്ട് ബോട്ട് ഓർ കം ബാക്ക് ഇൻ ടു ഇന്ത്യ. അതായത് നമുക്ക് ആദ്യം ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം പഠിക്കാം. ഒന്നാമത്തെ വേർഡ് ഡെറലിക്റ്റ്. ഈ വേർഡുകൾ ഞാൻ ചുമ്മാ ജസ്റ്റ് ഒന്ന് പറയാം. ഡെറലിക്റ്റ്, ജെറ്റ്സം, ഫ്ലോട്ട്സം, റെക്. ഡെറലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? നമുക്ക് അത് തിരിച്ച് കിട്ടുന്ന ഒരു പ്രതീക്ഷയുമില്ല. നമ്മൾ കപ്പലിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത് കപ്പലിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് അത് മുങ്ങിപ്പോയി, ഗുഡ്സുകളെല്ലാം ഡിസ്ട്രോയ് ആയിപ്പോയി. അതാണ് ഡെറലിക്റ്റ്. നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റുന്നൊരു ഹോപ്പും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇറക്കം എഴുതിയിരിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഷിപ്പ് എന്ത് ചെയ്യുക? പൊട്ടി തകർന്ന് മുങ്ങിപ്പോവാണ്, നമ്മുടെ ടൈറ്റാനിക്കൊക്കെ മുങ്ങിപ്പോയ കണക്ക്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഗുഡ്സ് ആരെങ്കിലും കളക്ട് ചെയ്യുമോ? എടുത്തുകൊണ്ട് സംരക്ഷിച്ച് വെക്കുമോ? ഇല്ല, ജീവനെ രക്ഷിച്ചുകൊണ്ട് ഓടും. ആ സമയത്ത് ഈ ഗുഡ്സ് എല്ലാം അവിടെ കിടക്കുകയല്ലേ. അങ്ങനെ കിടക്കുന്ന സാധനങ്ങൾ. ഓക്കെ, ജെറ്റ്സം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഗുഡ്സിൻ്റെ വെയിറ്റ്, നമ്മുടെ ഷിപ്പിൻ്റെ വെയിറ്റ് കൂടി. അങ്ങനെ വെയിറ്റ് കൂടിയാണെങ്കിൽ പാസഞ്ചേഴ്സിനെ എടുത്ത് വെളിയിൽ കളയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗുഡ്സ് എടുത്ത് വെളിയിൽ കളയേണ്ടി വരും ചിലപ്പോഴൊക്കെ. അങ്ങനെ കളയുന്ന ഗുഡ്സ്. അപ്പോൾ നോക്കിയേ, ഈ ആക്സിഡൻറ്റിലൂടെ കളയുന്ന ഗുഡ്സുകളോ അല്ലെങ്കിൽ കപ്പൽ മുങ്ങിപ്പോകുന്ന നമുക്ക് ഉറപ്പായിട്ട് ഒരു ഹോപ്പും ഇല്ലാണ്ട് എടുത്ത് പുറത്ത് കളയുന്ന ഗുഡ്സുകളോ, അങ്ങനെയൊക്കെയുള്ള ഗുഡ്സുകൾ ഫ്ലോട്ട്സം. അതെന്ത് ചെയ്യും? കടലിൽ കിടന്ന് ഫ്ലോട്ട് ചെയ്യും. ഫ്ലോട്ട് ചെയ്യും. അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അത് നമ്മളെ കൊച്ചിയിൽ വന്നടിഞ്ഞു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ്സ് ഡെറലിക്റ്റ്, ജെറ്റ്സം, ഫ്ലോട്ട്സം ആൻഡ് റെക് ബോട്ട് ഒന്നുകിൽ വന്നു, അല്ലെങ്കിൽ കം ഇൻ ടു ഇന്ത്യ, ആരുടെ ക്ഷണമില്ലാതെ തനിയെ വന്നു. നോക്കി, ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആർക്കും വേണ്ടാണ്ട് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഗുഡ്സൊക്കെ എടുത്ത് കളഞ്ഞതായിരിക്കാം. ചിലപ്പോൾ കപ്പൽ തന്നെ മുങ്ങിപ്പോയതായിരിക്കാം. തനിയെ അത് കറങ്ങി നമ്മുടെ പോർട്ടിൽ വന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ആര് ടാക്സ് അടയ്ക്കും? ആര് വന്ന് ബിൽ ഓഫ് എൻട്രി ക്ലെയിം ചെയ്യും? ഒന്നുമില്ലല്ലോ. നമുക്ക് നോക്കാം. സച്ച് ഗുഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഇഫ് ദേ വെയർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ even though such goods had not been actually imported and liable to import duty unless such goods are entitled to be duty free. എന്താണെന്നറിയാമോടാ? അതായത് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ആർക്കും വേണ്ടാണ്ട് എടുത്ത് കളഞ്ഞ ഗുഡ്സുകളോ
അങ്ങനെ കപ്പൽ മുങ്ങിപ്പോയപ്പോൾ ഒഴുകി ഒഴുകി വന്ന ഗുഡ്സുകളോ നമ്മളൊരു ഇമ്പോർട്ടായിട്ട് കണക്കാക്കും. അതെങ്ങനെ ഇമ്പോർട്ടായിട്ട് കണക്കാക്കാൻ പറ്റും? അതാരും വന്നാൽ ഗുഡ്സ് മേടിക്കില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയടാ. നമ്മൾ കപ്പലിലേക്ക് ഈ സാധനം കൊണ്ടുവരുന്ന സമയത്ത് പോർട്ടിൽ എത്തുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഗുഡ്സുകൾ ടാക്സ് അടയ്ക്കാതിരിക്കാൻ വേണ്ടി സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? എടുത്ത് പുറത്തിടും. അത് ഫ്ലോട്ട് ചെയ്ത് കരയ്ക്ക് വന്നതാണ്. അപ്പോൾ ഈ പോയിന്റ് ഇവിടെ ആർക്കും മേടിക്കേണ്ടെന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ അത് ഇമ്പോർട്ടായിട്ട് കണക്കാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ സ്മഗ്ലിങ് സുഖമായിട്ട് നടത്തും, അവന്മാരെ പിടിക്കാനും പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇമ്പോർട്ടായിട്ട് കണക്കാക്കിയും അതിൽ ഡ്യൂട്ടി മേടിക്കുകയും വേണം. ഓക്കെ. അപ്പോൾ ഇനി റിയലായിട്ട് മുങ്ങിപ്പോയതാണെങ്കിലോ, റിയലായിട്ട് നമ്മളെ കൊണ്ട് പറ്റാഞ്ഞിട്ട് എടുത്ത് കളഞ്ഞതൊക്കെ ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അതിനെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും? നോട്ടിഫൈ ചെയ്യും. അത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അതിന് അതോറിറ്റി ഉണ്ട്. അതോറിറ്റി എന്ത് ചെയ്യും? പറയും ഇത് ഒറിജിനൽ ജെന്യുവൻ കേസാണ്, നിങ്ങൾ ഡ്യൂട്ടി അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഓക്കെ, അതെങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ, പ്രശ്നമില്ലോടാ. മനസ്സിലായോ? അതായത് അപ്പോൾ തനിയെ എങ്ങനെയെങ്കിലും ഒഴുകി ഇന്ത്യൻ തീരത്തേക്ക് ഏതെങ്കിലും ഒരു ഗുഡ്സ് വന്നാലും അതിനെ നമ്മൾ ഇമ്പോർട്ടായിട്ട് കണക്കാക്കും. 4 സിറ്റുവേഷൻ നമ്മൾ പഠിച്ച് സിമ്പിൾ കാര്യമല്ലേ? ഇനി ഒരു 3 സിറ്റുവേഷൻ കൂടെ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ തീർന്നു, ഈ ചാപ്റ്റർ തന്നെ തീർന്നു. നമുക്ക് ആ 3 സിറ്റുവേഷൻ പഠിക്കാം. നോക്കിയേ, സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് നോ ഡ്യൂട്ടി വിൽ ബി ലെവീഡ്. അതായത് ഡ്യൂട്ടി ഒന്നും കളക്ട് ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻസ്. നമ്മൾ GST പഠിച്ചപ്പോൾ എക്സംഷൻസ് പഠിച്ചില്ലേ? ഡ്യൂട്ടി ഒന്നും മേടിക്കേണ്ടാത്ത കുറേ സെക്ഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതുപോലെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 3 എണ്ണം. ആ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീർന്നു. ഓക്കെ, നോക്കി. 1, പിൽഫറേജ്. എന്താണ് പിൽഫറേജ്? എന്താ പിൽഫറേജ്? കേട്ടിട്ടുണ്ടോ? നമ്മൾ മുമ്പ് എവിടെയൊക്കെയോ പഠിച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ക്രൂഡ് ഓയിൽ കൊണ്ടുവരികയാണ്. സൗദി അറേബ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ കൊണ്ടുവരികയാണ്. നോക്കി, അങ്ങനെ ക്രൂഡ് ഓയിൽ നമ്മൾ അവിടെ നിന്ന് 1 ബാരലാണ് കൊണ്ടുവരുന്നത്. 1 ബാരൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 ലിറ്ററാണെന്ന് സങ്കല്പിക്കുക. 1 ബാരലുള്ളത് 1000 ലിറ്ററാണ്. 1000 ലിറ്റർ ക്രൂഡ് ഓയിൽ നമ്മൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പോർട്ടിലെത്തിയിട്ട് നമ്മളത് അളന്ന് നോക്കിയപ്പോൾ അത് 1000 ലിറ്റർ ഇല്ല, 950 ലിറ്ററേ ഉള്ളൂ. 950 ലിറ്റേഴ്സേ ഉള്ളൂ. നമ്മൾ 1000 ലിറ്റർ അയച്ചതാണ്. അവിടെ നിന്ന് ഇവിടെ വന്നപ്പോൾ 50 ലിറ്റർ ഇല്ല. ആ 50 ലിറ്റർ എങ്ങനെയൊക്കെ പോയതായിരിക്കാം? ചിലപ്പോൾ ലീക്കായി പോയതായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും സൈഡിൽ വെച്ച് അടിച്ചു മാറ്റിയായിരിക്കാം. അങ്ങനെ കുഞ്ഞ് നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചെറിയ ലോസസ് അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിൽഫറേജ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ലോസസോ ചെറിയ തെഫ്റ്റുകളോ അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിൽഫറേജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ പിൽഫറേജ് ആണെങ്കിൽ നമ്മൾ എന്തടയ്ക്കേണ്ട? ഡ്യൂട്ടി അടയ്ക്കേണ്ട. സെക്ഷൻ 13 ഇമ്പോർട്ടൻ്റ് ആണ്. പിൽഫറേജ് സെക്ഷൻ 13 ഇമ്പോർട്ടൻ്റ് ആണ്. പിൽഫറേജ് സെക്ഷൻ 13 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേടാ? ഈ പിൽഫറേജ് അനിയനാണ്. ഇനി ഇവൻ്റെ ചേട്ടൻ്റെ ഒരു സെക്ഷൻ നമ്മൾ പഠിക്കും. നമുക്ക് നോക്കാം. അനിയനെ പഠിച്ചു, ഇനി നമുക്ക് ചേട്ടനെ പഠിക്കും. എടാ, അനിയൻ എന്താ ചെയ്യുന്നത്? കുഞ്ഞു കളവുകൾ അല്ലേ? 1000 ലിറ്റർ അയച്ചപ്പോൾ അതിൽ നിന്ന് വെറും ഒരു 50 ലിറ്റർ മാത്രം എന്ത് ചെയ്തു? അടിച്ചു മാറ്റി. ഇനി വലിയവരെ കാര്യം പഠിക്കും, ചേട്ടൻ്റെ കാര്യം പഠിക്കും. അവൻ മൊത്തത്തിൽ 1000-ലൂടെ ആ മൊത്തം 1000-നെ അടിച്ചു മാറ്റും. അത് നമുക്ക് പഠിക്കും. ഓക്കെ, ഈ പിൽഫറേജിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഷിപ്പ് എന്ത് ചെയ്തു? നമ്മുടെ കൊച്ചിയിൽ വന്ന് അൺലോഡ് ചെയ്തു. അത് കഴിഞ്ഞ് കസ്റ്റം ഏരിയയിൽ പോകും. കസ്റ്റോഡിയൻ്റെ കയ്യിലായിരിക്കും ആ സാധനം. അത് കഴിഞ്ഞിട്ട് ക്ലിയറൻസ് ഓർഡർ വരത്തില്ലേ? ഈ ഒരു ഇൻ്റർവെല്ലിൽ നമ്മുടെ കൊച്ചിയിൽ വന്ന് അൺലോഡ് ചെയ്യുന്നതും ആ കസ്റ്റംസിൻ്റെ ക്ലിയറൻസ് കിട്ടുന്നതിന് ഇടയ്ക്ക് ഇവിടെ വെച്ച് നമ്മൾ പറയണം എന്താണ്? പിൽഫറേജ് സംഭവിച്ചിട്ടുണ്ട്, ഇത്ര ഗുഡ്സേ ഉള്ളൂ, ഞാൻ ഇവിടുന്ന് 1000 അയച്ചാണ്, ഇവിടെ വന്നപ്പോൾ 950 ഉള്ളൂ, 50-ന് ഞാൻ എന്തടയ്ക്കില്ല? ഡ്യൂട്ടി അടയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പോൾ നമ്മൾ പിൽഫറേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കേണ്ടി വരില്ല. എവിടെ തൊട്ടാ? ഒന്ന് നമ്മുടെ കൊച്ചിയിൽ വന്ന് അൺലോഡ് ചെയ്യുന്ന സമയത്തും ഒന്ന് ക്ലിയറൻസ് കിട്ടുന്നതിന് ഇടയ്ക്ക്. ഇതിനിടയ്ക്ക് അല്ല, ഷിപ്പിൽ വെച്ചിപ്പോൾ ഷിപ്പിലുള്ള നമ്മൾ ഇങ്ങോട്ട് അയക്കുന്നത് കുറേ ബിസ്ക്കറ്റാണ്. അങ്ങനെ ആ ബിസ്ക്കറ്റ് ഷിപ്പിലിരുന്നപ്പോൾ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ഇടയ്ക്ക് വിശന്നപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് എടുത്തങ്ങ് തിന്നു. അങ്ങനെയാണെങ്കിൽ അതൊന്നും പിൽഫറേജ് എന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടൂല. ഷിപ്പിലൊക്കെയുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ആ പേഴ്സൺ ഇൻചാർജ് തന്നെ എടുത്തിരിക്കണം. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ നമുക്ക് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ പിൽഫറേജ് ആയിട്ട് കണക്കാക്കുകയും അവിടെ ഒരു ഡ്യൂട്ടിയും വേണ്ട. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട് സാറ്റിസ്ഫൈ ചെയ്യേണ്ട. കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി. ഇമ്പോർട്ടഡ് ഗുഡ്സ് ബി പിൽഫേർഡ്. അത് ഒറിജിനലായിട്ട് പിൽഫേർഡ് ആയിരിക്കണം. ഒന്നെങ്കിൽ എന്തെങ്കിലും ചിലപ്പോഴൊക്കെ ഈ ഇങ്ങനെ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ അയക്കുമ്പോൾ അത് കുറേയൊക്കെ ഇവാപറേറ്റ് ആയി പോകും. അതുകൊണ്ടാവാം. ചിലപ്പോൾ ലീക്കേജ് സംഭവിച്ചായിരിക്കാം. ചിലപ്പോൾ ആരെങ്കിലും ചുരണ്ടിക്കൊണ്ട് പോയതായിരിക്കാം. ചുരണ്ടിക്കൊണ്ടുപോകാന്നൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു മാറ്റിക്കൊണ്ട് പോയതൊക്കെ ആയിരിക്കാം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നോക്കി. പിൽഫറേജ് ഷാൾ ഹാവ് ഒക്കേർഡ് ആഫ്റ്റർ ദ ഗുഡ്സ് ആർ അൺലോഡഡ്. നമ്മൾ ഗുഡ്സ് അൺലോഡ് ചെയ്തതിന് ശേഷം. ബട്ട് ബിഫോർ പ്രോപ്പർ ഓഫീസർ മേക്ക് ഓർഡർ ഓഫ് ക്ലിയറൻസ്. നമ്മൾ ക്ലിയറൻസ് പ്രോപ്പർ ഓഫീസർ മേക്ക് ചെയ്യുന്നതിന് മുമ്പ്. ഫോർ എന്ത്? ഹോം കൺസംഷൻ ഓർ ഡെപ്പോസിറ്റ് ഇൻ ടു വെയർ ഹൗസ്. ഓക്കെ അല്ലേടാ? കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് അൺലോഡ് ചെയ്തു, കസ്റ്റംസ് ഏരിയയിൽ കൊണ്ടുപോയി, നമ്മുടെ കസ്റ്റംസ് ഓഫീസർ പ്രോപ്പർ ഓഫീസർ വന്നിട്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരുന്നതിന് മുമ്പ്. ഇതിനിടയ്ക്കായിരിക്കണം പിൽഫറേജ് നടക്കുന്നത്.
ഓക്കെ അല്ലേ? ഇവിടെ ഷിപ്പിൽ വെച്ചാണെങ്കിൽ അതിന് നമ്മുടെ പേഴ്സൺ ഇൻചാർജ് ആയിരിക്കും റെസ്പോൺസിബിൾ, അവനാണ് അതിൻ്റെ പൈസ തരേണ്ടി വരുന്നത്. പക്ഷേ ഡ്യൂട്ടി നമ്മൾ എന്തായാലും പേ ചെയ്യേണ്ടി വരും. ഇതിനപ്പുറമാണെങ്കിൽ ഒന്നുമില്ല. ക്ലിയറൻസ് ചെയ്യുമ്പോൾ നമ്മൾ വെരിഫൈ ചെയ്തിട്ട് പിൽഫറേജ് വല്ലതും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വെയർ ഹൗസിൽ വെച്ചിട്ടാണ് ആരെങ്കിലും ചുരണ്ടിപ്പോയെങ്കിൽ അതിൻ്റെ സെക്ഷനൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ അനിയൻ്റെ കാര്യം പറയുന്നത് ചോട്ട കുഞ്ഞു കുഞ്ഞു കളവുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇന്നായിരുന്നു നോക്കി. പിൽഫേർഡ് ഗുഡ്സ് ഷാൾ നോട്ട് ഹാവ് ബീൻ റിക്കവേർഡ് ബാക്ക് ടു ദ ഇമ്പോർട്ടർ. അതായത് നമ്മൾ പറഞ്ഞ് ഇപ്പോൾ ഈ എന്ത് ചെയ്യും, നമ്മുടെ കസ്റ്റം പോർട്ടിൽ വന്നപ്പോൾ അവിടെയുള്ള ഒരു ചെറിയ പാവപ്പെട്ട ഒരു ജോലി ചെയ്യുന്ന ഒരാൾ അതിൽ നിന്ന് ഒരു കവർ ബിസ്ക്കറ്റ് എടുത്ത് അടിച്ചു മാറ്റി വെച്ചു. നമ്മൾ വന്ന് ക്ലെയിം ചെയ്തു, ഇത് പിൽഫറേജ് ആണ്, എൻ്റെ സാധനം കാണാനില്ല, ഞങ്ങൾ ഡ്യൂട്ടി പേ ചെയ്യില്ലെന്ന്. അപ്പോൾ അവിടുത്തെ ഓഫീസർ വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, എല്ലാവരും ജോലിയിൽ നിന്നൊക്കെ പിരിച്ചു വിടുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു കവർ ബിസ്ക്കറ്റ് കൊണ്ട് തിരിച്ചു തന്നു. അങ്ങനെയാണെങ്കിൽ ആ പിൽഫേർഡ് ഗുഡ്സ് നമുക്ക് തിരിച്ച് റീസ്റ്റോർ ചെയ്ത് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് പിൽഫറേജ് എന്ന് കൂട്ടൂലെന്ന്. അങ്ങനെയാണെങ്കിൽ പിൽഫറേജ് എന്ന് കൂട്ടണ്ട, നമുക്ക് ഗുഡ്സ് കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ടാക്സ് പേ ചെയ്യാൻ, നമ്മുടെ ഡ്യൂട്ടി പേ ചെയ്യാൻ നമ്മൾ ലയബിളാണ്, പേ ചെയ്തോളാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ കുറച്ച് നോട്ട്സ് ഉണ്ട്. ആ നോട്ട്സ് എന്താണെന്ന് നോക്കിയേ. നോട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റീഫണ്ട് ഷാൾ ബി ക്ലെയിംഡ് ഇഫ് പിൽഫറേജ് ഇൻ ഫൗണ്ട് ആഫ്റ്റർ ക്ലിയറൻസ്. അതായത് നമ്മൾ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞു, എന്നിട്ടാണ് നമുക്ക് പിൽഫറേജ് കണ്ടുപിടിക്കാൻ പറ്റിയത്. ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് പിൽഫറേജ് കണ്ടുപിടിക്കാൻ പറ്റിയതെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രോപ്പറായിട്ട് അത് പിൽഫറേജ് നടന്നു, ഇങ്ങനെ ഇവിടെയൊക്കെ വെച്ചാണ് നടന്നു തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ അതിന് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ അവർ റീഫണ്ട് തരും. ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ ഇല്ലടാ, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യും അല്ലേ? അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ പിൽഫറേജ് നടക്കുമെന്ന് അസ്യൂം ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ കൂടി ഫുൾ എമൗണ്ടും പേ ചെയ്യേണ്ടി വരും. ഇവിടെ വന്ന് സാധനം നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് സാധനമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ അടച്ച പേയ്മെൻറ്റ് നമുക്ക് തിരിച്ചു കിട്ടാനുള്ള റൈറ്റ് നമുക്കുണ്ട്, റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ. നോ ഡ്യൂട്ടി ലയബിലിറ്റി ഓൺ സാമ്പിൾ ഓഫ് ഗുഡ്സ് കൺസ്യൂംഡ് ഡിസ്ട്രോയ്ഡ് ഡ്യൂ ടു ടെസ്റ്റ് എക്സാമിനേഷൻസ് എക്സെട്ര. അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ്, നമ്മൾ അയൺ സിനിമ കണ്ടിട്ടില്ലേ, സൂര്യയുടെ അയൺ സിനിമ, അതിനകത്ത് വിഗ്രഹം കണ്ടിട്ടില്ലേ, വിഗ്രഹം എക്സ്പോർട്ട് ചെയ്യുന്നത്. ആ വിഗ്രഹം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുമ്പോൾ ഒരെണ്ണം എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആ സൂര്യ ഒരു ലിക്വിഡിനകത്ത് ഇടുമ്പോഴാണ് മനസ്സിലായത് അത് എന്തൊക്കെയോ ബ്രൗൺ ഷുഗറും കാര്യങ്ങളൊക്കെയാണെന്ന് അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പാക്കറ്റ് എടുത്ത് നമ്മൾ പൊട്ടിച്ച് നോക്കി ടെസ്റ്റ് ചെയ്തു, സാമ്പിളായിട്ട് അത് യൂസ് ചെയ്ത് നോക്കി, ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ നമ്മൾ എന്തായിട്ട് കൂട്ടില്ല, പിൽഫറേജ് ആയിട്ട് കൂട്ടില്ല, അത് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ അല്ലേ? അങ്ങനെ ടെസ്റ്റിങ്ങോ സാമ്പിളായിട്ടോ എക്സാമിനേഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആ ഗുഡ്സ് യൂസ് ചെയ്താൽ അതിനെ പിൽഫറേജ് എന്ന് കൂട്ടാൻ പറ്റില്ല. ഓക്കെ. ഇഫ് ഡ്യൂട്ടി ഈസ് ഓൾറെഡി പെയ്ഡ് ബിഫോർ പിൽഫറേജ് റീഫണ്ട് ഷാൾ ബി ക്ലെയിംഡ്. അങ്ങനെ ഡ്യൂട്ടി നമ്മൾ പേ ചെയ്താൽ റീഫണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ പിൽഫറേജ് ക്ലിയറൻസിന് ശേഷം കണ്ടുപിടിച്ചാലും റീഫണ്ട് ക്ലെയിം ചെയ്യാം, അല്ല നമ്മൾ ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് ഡ്യൂട്ടി പേ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, പിൽഫറേജ് കണ്ടുപിടിച്ചാൽ നമുക്കതിന് റീഫണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പിൽഫറേജ് എന്താണെന്ന് മനസ്സിലായില്ലേ? പിൽഫറേജ് എന്ന് പറഞ്ഞാൽ ആരാണ്? ചോട്ടാബായിയാണ് അല്ലേ? അനിയനാണ്. കുഞ്ഞു കുഞ്ഞു കള്ളത്തരങ്ങൾ അല്ലേ? ഒരു 950 നിന്ന് ഒരു 1000 നിന്ന് ഒരു 50 മാത്രം എന്ത് ചെയ്യുന്നു, അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. ഇനി നമുക്ക് വലിയ കള്ളനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് 2 സിറ്റുവേഷനിലേ ഉള്ളൂ പഠിക്കാൻ. ആ 2 സിറ്റുവേഷനിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയേ. റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ്. വലിയ കളന. നേരത്തെ നമ്മൾ പിൽഫറേജ് പഠിച്ചപ്പോൾ കുഞ്ഞു കളവായിരുന്നു, ഇത് വലിയ കളവ്. മൊത്തത്തിൽ ഗുഡ്സ് നമുക്ക് ലോസ്റ്റ് ആയി അല്ലെങ്കിൽ ഡിസ്ട്രോ ആയി പോയി. വലിയ കള്ളന്മാരെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ. ഇതിൽ 2 സിറ്റുവേഷൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് കള്ളൻ്റെ കഥയും, രണ്ടെന്ന് പറയുന്നത് ഡോണിൻ്റെ കഥയും. ഒന്നെന്ന് പറയുന്നത് കള്ളൻ്റെ കഥയും, രണ്ടെന്ന് പറയുന്നത് ഡോണിൻ്റെ കഥയും. ഓക്കെ, നമുക്ക് ആദ്യത്തെ കാര്യം പഠിക്കാം. കള്ളൻ്റെ കഥ. റെമിഷൻ ഓഫ് ഡ്യൂട്ടി. അതായത് ഡ്യൂട്ടി നമ്മൾ വേണ്ടാന്ന് പറയുന്നു, റെമിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതായത് നിങ്ങളുടെ ഗുഡ്സ് എല്ലാം ലോസ്റ്റ് ആയി പോയില്ല, ഡാമേജ് ആയിപ്പോയി, ഫുൾ സാധനം പോയി, ഒന്നും റിക്കവർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫുൾ നമ്മൾ ഫേവർ ചെയ്ത് കൊടുക്കും. അതായത് ഒരു ഡ്യൂട്ടിയും പേ ചെയ്യേണ്ടെന്ന് പറയും. റെമിഷൻ ഓഫ് ഡ്യൂട്ടി. ആ സിറ്റുവേഷനാണ് പഠിക്കുന്നത്. ആരെ പറ്റിയിട്ടാ? കള്ളൻ്റെ കഥ. നമുക്ക് കള്ളൻ്റെ കഥയാണ് ആദ്യമേ പഠിക്കാനുള്ളത്. കള്ളൻ്റെ കഥ പഠിക്കാം. ഓക്കെ. കള്ളൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഏത് കള്ളനാ? വലിയ കള്ളനാണ്. അതായത് നമ്മുടെ സാധനം മൊത്തത്തിൽ ഡിസ്ട്രോ ആയി പോവാണ്, മൊത്തത്തിൽ നമ്മുടെ കയ്യിലില്ല, നമുക്ക് കിട്ടത്തില്ല, മൊത്തം സാധനവും ഡിസ്ട്രോ ആയിപ്പോയി, മൊത്തം സാധനം ലോസ്റ്റ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ വന്നിട്ട് പറയും, ഓക്കെ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആ സാധനം മൊത്തം എന്ത് ചെയ്തു, ഡിസ്ട്രോ ആയിപ്പോയി, ലോസ്റ്റ് ആയിപ്പോയി. അത് നമ്മുടെ ഹോം കൺസംഷന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ചെയ്യുന്നതിന് മുമ്പാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ പൈസ എന്ത് ചെയ്യും, റെമിറ്റ് ചെയ്ത് തരും. ഓക്കെ അല്ലേടാ? അപ്പോൾ നോക്കി, വലിയ കള്ളത്തരങ്ങളാണെങ്കിൽ സെക്ഷൻ എത്ര? 23 റെമിഷൻ ഓഫ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ലോസ്റ്റ് ഓർ ഡാമേജ്ഡ്. എന്ത് സെക്ഷൻ? 23. കൊച്ചു കള്ളത്തരമാണെങ്കിൽ പിൽഫറേജ് സെക്ഷൻ 13. കൊച്ചു കള്ളത്തരമാണെങ്കിൽ 13, വലിയ കള്ളത്തരമാണെങ്കിൽ 23, 10 കൂടി. കൊച്ചു കള്ളത്തരമാണെങ്കിൽ 13, 13, വലിയ കള്ളത്തരമാണെങ്കിൽ 23.
ഓക്കെ അല്ലേ? അതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഇഫ് എനി ഇമ്പോർട്ടഡ് ഗുഡ്സ് ഹാവ് ബീൻ ലോസ്റ്റ് ഓർ ഡിസ്ട്രോയിഡ് അതർവൈസ് ദാൻ എ റിസൾട്ട് ഓഫ് പിൽഫ്രേജ്. നമ്മുടെ ആ ലോസ്റ്റും ഡിസ്ട്രക്ഷനും എന്തിൻ്റെ ഫലമായിട്ടാവരുത്? പിൽഫ്രേജിൻ്റെ ഫലമായിട്ടാവരുത്. കാരണം പിൽഫ്രേജിൻ്റെ ഫലമാണെങ്കിൽ അവിടെ ഏതാ ആപ്ലിക്കബിൾ? സെക്ഷൻ 13 പിൽഫ്രേജ് ആണ് ആപ്ലിക്കബിൾ. ഓക്കെ, അപ്പോൾ പിൽഫ്രേജും അല്ല, അങ്ങനെ നമ്മുടെ സെക്ഷൻ 13 വരുന്ന കാര്യമില്ല. അല്ലാണ്ട് നമ്മുടെ ഗുഡ്സ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ആവുമോ അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലോസ്റ്റ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സാധനം റെമിറ്റ് ചെയ്ത് തരും. അറ്റ് എനി ടൈം ബിഫോർ ക്ലിയറൻസ് ഫ്രം ക്ലിയറൻസ് ഫോർ ഹോം കൺസംഷൻ. ഹോം കൺസംഷന് മുമ്പ് നമ്മൾ ഹോം കൺസംഷന് വേണ്ടിയിട്ട് ക്ലിയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചിട്ട് പറയണം ഈ സാധനം നിങ്ങൾക്ക് ഡിസ്ട്രോയ് ആയി, നിങ്ങൾക്ക് ലോസ്റ്റ് ആയി പോയെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് കസ്റ്റംസ് ഷാൾ റെമിറ്റ് ദ ഡ്യൂട്ടി ഓൺ സച്ച് ഗുഡ്സ് സെക്ഷൻ 23 സബ്സെക്ഷൻ 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 23 സബ്സെക്ഷൻ 1 പ്രകാരം അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ, കസ്റ്റംസിൻ്റെ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ വന്നിട്ട് പറയും, ഓക്കെ നിങ്ങൾ ഹോം കൺസംഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ സാധനം ഡിസ്ട്രോയ് ആയിപ്പോയി, ലോസ്റ്റ് ആയിപ്പോയി, ഞങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ കുഴപ്പമില്ല, ഉറപ്പായിട്ടും ഞങ്ങൾ ഈ സാധനം ഫുള്ളായിട്ട് റെമിറ്റ് ചെയ്ത് തരും. ഓക്കെ, പ്രശ്നമില്ല. ഇനി താഴെ കിടക്കുന്ന ആ കുറച്ച് നോട്ട്സും കൂടെ വായിച്ചു നോക്കണം. എന്താ നോക്കി? നോട്ട്സ് നമ്പർ 1, ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ഇമ്പോർട്ടർ ടു പ്രൂവ് ദ ലോസ്റ്റ് ഓർ ഡിസ്ട്രക്ഷൻ. അതായത് യഥാർത്ഥത്തിൽ ഗുഡ്സ് നമ്മുടെ ഇന്ന് ലോസ്റ്റ് ആയെന്നും ആ ഗുഡ്സ് മൊത്തം ഡിസ്ട്രോ ആയി പോയെന്നും തെളിയിക്കേണ്ടത് ആരാണ്? ഇമ്പോർട്ടറാണ്. കാരണം ഇമ്പോർട്ടർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടാൻ പോണത്. നോക്കിയടാ, അതായത് നമ്മൾ അവിടുന്ന് ഒരു 1000 കിലോ സാധനം ഇങ്ങോട്ട് അയച്ചു, ഇവിടെ വന്നപ്പോൾ നമുക്കൊന്നും കിട്ടിയില്ല. അവർ പറയാണ് നിങ്ങൾ കസ്റ്റം ഡ്യൂട്ടിയും കൂടെ പേ ചെയ്യാൻ. നോക്കി, കാശ് കൊടുത്ത് മേടിച്ച സാധനവും കിട്ടിയില്ല, ഇനി കസ്റ്റം ഡ്യൂട്ടിയും പേ ചെയ്യണം. അപ്പോൾ നമ്മൾ തെളിയിക്കണം ആ സാധനം ഞങ്ങൾ ഇത്ര അയച്ചായിരുന്നു, ഇതിപ്പോൾ ഇവിടെ വന്നില്ല, ഫുൾ ഡിസ്ട്രോയ് ആയിപ്പോയി, ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റത്തില്ലെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്യണം. അവിടെ അങ്ങനെ ഒരു ഡിസ്ട്രക്ഷനും അങ്ങനെ ഒരു ലോസ്റ്റും നടന്നെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, 23 ഈസ് ആപ്ലിക്കബിൾ ടു വെയർ ഹൗസ് ഓൾസോ. 23 എന്ന് പറയുന്നത് വെയർ ഹൗസിൽ ആപ്ലിക്കബിൾ ആണ്. നമ്മൾ 13 പഠിച്ചില്ലേ പിൽഫ്രേജിൻ്റെ കാര്യം? അത് വെയർ ഹൗസിലുണ്ടോ? ഇല്ല, അത് വെയർ ഹൗസിലുണ്ടോ നമ്മൾ പഠിച്ചില്ല. ക്ലിയറൻസിന് തൊട്ട് മുമ്പും നമ്മുടെ പോർട്ടിൽ വന്ന് അൺലോഡ് ചെയ്യുന്ന അതിനിടയ്ക്ക് അത്രയും സമയത്ത് മാത്രമേ എന്തുള്ളൂ? പിൽഫ്രേജിൻ്റെ ആപ്ലിക്കബിലിറ്റി ഉള്ളൂ. ഇവിടെയാണെങ്കിൽ വെയർ ഹൗസിൽ കൊണ്ടുവച്ചിട്ട് മൊത്തം കൊണ്ട് തീപിടുത്തം കൊണ്ട് കത്തിപ്പോയാലോ, ഒരു നാച്ചുറൽ കലാമിറ്റി ഒന്നും ഇല്ലാണ്ടായാലോ നമുക്ക് എന്ത് ചെയ്യാം? സെക്ഷൻ 23 അപ്ലൈ ചെയ്യാം. ഓക്കെ, ലോസ്റ്റ്, ഡിസ്ട്രക്ഷൻ ഡ്യൂ ടു ഫയർ, നാച്ചുറൽ കലാമിറ്റീസ്, ലീക്കേജ്, തെഫ്റ്റ് ക്യാൻ ആൾസോ ബി ക്ലെയിംഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നാച്ചുറൽ കലാമിറ്റീസും ഫയർ ആയാലോ ലോസ്റ്റ് ആയാലോ കള്ളത്തരം കൊണ്ട് അടിച്ചുകൊണ്ട് പോയാലോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ഈ സാധനം ആപ്ലിക്കബിൾ ആണ്. ഏത്? സെക്ഷൻ 23. അപ്പോൾ നമ്മൾ 2 കള്ളന്മാരെ പറ്റി പഠിച്ചു. ഒന്ന് കൊച്ചു കള്ളൻ, ഒന്ന് വലിയ കള്ളൻ. ഓക്കെ അല്ലേ? കൊച്ചു കള്ളൻ സെക്ഷൻ 13 പിൽഫറേജ്, വലിയ കള്ളൻ സെക്ഷൻ 23 മോഷണം. നമ്മുടെ സാധനം ഫുള്ള് ഡിസ്ട്രോ ആയിപ്പോയി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കി. ഇനി നാളെ നമ്മൾ ഡോണിൻ്റെ കഥ പഠിക്കാൻ പോണത്. ദാ നോക്കിയോ, അടുത്തത് നോ ഡ്യൂട്ടി ഈസ് പേബിൾ ഇൻ ദ കേസ് ഓഫ് റീലിംക്വിഷ്മെൻറ്റ് സെക്ഷൻ 23 സബ്സെക്ഷൻ 2 ഡോണിൻ്റെ കഥ. ഓക്കെ, നമുക്ക് ഡോണിൻ്റെ കഥ പഠിക്കാം. നമ്മുടെ ഒരു സിനിമയാണ്. ആ സിനിമയിലെ ഡോൺ എന്ന് പറഞ്ഞാൽ മോഹൻലാലാണ്. സിനിമയിലെ ഡോൺ എന്ന് പറഞ്ഞാൽ ആരാണ്? മോഹൻലാലാണ്. ഓക്കെ, നമ്മുടെ ലാലേട്ടൻ. ആ ഡോണിനൊരു അസിസ്റ്റൻ്റ് ഉണ്ട്, എല്ലാത്തിനും കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി കാണത്തില്ലേ, അതാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ. ഓക്കെ, അതാണ് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ. ഓക്കെ, ഈ ഡോൺ നമ്മുടെ കേരളത്തിൽ നിന്ന് തുടങ്ങിയാണ്. കേരളത്തിൽ നിന്ന് നാട് വിട്ട് മുംബൈയിൽ ചെന്നു. മുംബൈ ചെന്ന് ഭയങ്കര ഡോണായി, അധോലോകം സൃഷ്ടിച്ചു. നമ്മുടെ ടാക്സൊക്കെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആൻ്റണി പെരുമ്പാവൂറിനെ ഒരു ബിനാമിയാക്കി മാറ്റി. വെറും കൂട്ടുകാരനോ ഡ്രൈവറും ഒക്കെ ആയിരുന്നു, ബിനാമിയാക്കി മാറ്റി. കുറേ സ്വത്തുക്കളൊക്കെ കൊടുത്തു. നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ഡോണിനെ ചതിച്ചു. കുറേ ചതികളും കൊള്ളകളും ഒക്കെ നടക്കുക. ഡോൺ ഇതൊന്നും അറിയുന്നില്ല. ഓക്കെ, നമ്മുടെ ഡോൺ എന്ത് ചെയ്യുന്ന അറിയാമോ? പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് ഒരു കിഡിലൻ കാറ്, ഒരു ബെൻലി കാറ് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഡോണിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്. ഒരു 50 കോടി രൂപയുടെ കാറാണ് ബെൻലി. എന്ത് ചെയ്തു? ആ 50 കോടി രൂപയൊക്കെ പേ ചെയ്ത് കൊടുത്തു. കാറിന് എന്ത് ചെയ്തു? ഇങ്ങോട്ട് അവർ എക്സ്പോർട്ട് ചെയ്തു. അവരെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു, നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യയിൽ എത്താറായപ്പോഴാണ് ഡോണിന് മനസ്സിലായത് തൻ്റെ ബിനാമി ചതിച്ചു, ആൻ്റണി പെരുമ്പാവൂർ ചതിച്ചു. ഓക്കെ അല്ലേ? അങ്ങനെ ചതിച്ചിട്ട് ഡോണിൻ്റെ സാമ്രാജ്യം മൊത്തം ഇല്ലാണ്ടായി. ഡോണിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്തില്ല? പൈസ ഇല്ല. 50 കോടി രൂപ എന്തായാലും കാറിന് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് കസ്റ്റം ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ലക്ഷറി ഗുഡ്സ് അല്ലേ, അപ്പോൾ ലക്ഷറി കുറേ ചാർജസ് ഒക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. എല്ലാം കൂടെ ചേർത്തിട്ട് ഇനിയിപ്പോൾ വീട് വിറ്റാൽ പോലും ആ കാറ് മേടിക്കാൻ പറ്റില്ല. 50 ലക്ഷം രൂപയും പോയി അല്ലേ? അപ്പോൾ നമ്മളെ ഡോൺ എന്ത് ചെയ്യും? ഒരു ഗതി ഇല്ലാണ്ട് നമ്മുടെ ബിനാമിയായിട്ടുള്ള ആൻ്റണി പെരുമ്പാവൂരിൻ്റെ അടുത്ത് പറയും, ഈ കാറ് 50 കോടി രൂപയുടെ ആയിരുന്നു, അതൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഇതെന്ത് ചെയ്ത് എൻ്റെ ഓണർഷിപ്പിൽ നിന്ന് നീ അങ്ങ് എടുത്തോ, എനിക്കിനിയിപ്പം വേണ്ട, ഇനിയിപ്പോൾ എന്തിനാ കാറ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിന് അതിൻ്റെ ഓണർഷിപ്പ് അങ്ങ് റീലിങ്ക്വിഷ് ചെയ്ത് കൊടുക്കും. അതിൻ്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യും? റീലിങ്ക്വിഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെ റീലിങ്ക്വിഷ് ചെയ്യുകയാണെങ്കിൽ ലാലേട്ടൻ പിന്നെ എന്ത് ചെയ്യേണ്ട? നമ്മളെ ഡോൺ പിന്നെ എന്ത് ചെയ്യേണ്ട? ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഡ്യൂട്ടി പേ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഈ സെക്ഷൻ പറയുന്നത്.
ഒന്നും കൂടെ പറഞ്ഞിടാ, ഡോണിൻ്റെ കഥയാണ്. എന്ത്? ഡോണ് സാധനം ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ റിച്ച് ആയിരുന്നു, പക്ഷേ ഡ്യൂട്ടി പേ ചെയ്യാനുള്ള സമയത്തിപ്പോൾ പാപ്പരായിപ്പോയി, പൊട്ടിപ്പാളീസായിപ്പോയി. അപ്പോൾ നമ്മൾ ഡോൺ എന്ത് ചെയ്തു? അതിൻ്റെ ഓണർഷിപ്പ് റീലിങ്ക്വിഷ് ചെയ്ത് കൊടുത്തു. ക്ലിയറൻസ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അത് ആൻ്റണി പെരുമ്പാവൂറിന് റീലിങ്ക്വിഷ് ചെയ്ത് കൊടുത്തു. അത് ആൻ്റണി പെരുമ്പാവൂറിന് കൊടുത്തു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന് ടാക്സ് അടയ്ക്കാനുള്ള ഡ്യൂട്ടി അടയ്ക്കാനുള്ള ലയബിലിറ്റി ആർക്കായിരിക്കും? ആൻ്റണി പെരുമ്പാവൂറിനായിരിക്കും അല്ലേ? ഡോൺ ഇനി അവിടെ പേ ചെയ്യേണ്ട. അതുകൊണ്ടാണ് ആ കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡ്യൂട്ടി അടയ്ക്കേണ്ടാത്ത കാര്യങ്ങളല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഡോണിൻ്റെ കാര്യം പറയുന്നത് ഡോണാണ് വാങ്ങിയത്, ഡോണാണ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് ക്ലിയറൻസ് ചെയ്യുന്നതിന് മുമ്പ് ഡോൺ എന്ത് ചെയ്തു? ടൈറ്റിൽ റീലിങ്ക്വിഷ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡോൺ ഇനി പൈസ അടയ്ക്കേണ്ട. ആരടയ്ക്കണം? ആൻ്റണി പെരുമ്പാവൂർ അടയ്ക്കണം. പെട്ടെന്ന് വായിച്ചു കൊടുത്തിട്ട് നമുക്ക് സാധനം തീർക്കാം. ഇനി ഒരു പോയിന്റും കൂടെ പഠിച്ചാൽ നമ്മുടെ പരിപാടി തീർന്നു. നോ ഡ്യൂട്ടി ഈസ് പേയബിൾ ഇൻ ദ കേസ് ഓഫ് റീലിങ്ക്വിഷ്മെൻറ്റ്, സെക്ഷൻ 23 സബ്സെക്ഷൻ 2. ഓക്കെ. ഓണർഷിപ്പ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് മേ ബി relinquish his title of goods and shall not be liable to pay duty. ഓക്കെ, റീലിങ്ക്വിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂട്ടി പേ ചെയ്യാൻ ലയബിൾ അല്ല. പക്ഷേ അറ്റ് എനി ടൈം ബിഫോർ ഓർഡർ ഓഫ് ക്ലിയറൻസ് ടു ഹോം കൺസംഷൻ അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഡെപ്പോസിറ്റ് ഇൻ വെയർ ഹൗസ്, നമ്മൾ വെയർ ഹൗസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഹോം ക്ലിയറൻസിന് വേണ്ടിയിട്ടോ വരുന്ന ഓർഡർ കിട്ടുന്നതിന് മുമ്പ് റീലിങ്ക്വിഷ് ചെയ്ത് കൊടുക്കണം. ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ പേരിലായിരിക്കും, ലാലേട്ടൻ്റെ പേരിലായിരിക്കും, ഡോണിൻ്റെ പേരിലായിരിക്കും. അപ്പോൾ ഡോൺ തന്നെ എന്ത് അടയ്ക്കേണ്ടി വരും? നമ്മുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇവിടെ ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ നോട്ട് നോക്കിയേ. Owner of any such imported goods shall not be allowed to relinquish his title of such goods regarding which offence appears to have been committed under this act or any other act. അതായത് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സിന് മേലിലോ അല്ലെങ്കിൽ നമുക്ക് മേലിലോ എന്തെങ്കിലും ആരോപണങ്ങൾ, എന്തെങ്കിലും ഒഫൻസുകളുണ്ട്, എന്തെങ്കിലും കള്ളത്തരം കണ്ടുപിടിച്ചെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, നമ്മൾ ഡോൺ ആണ് കാണിക്കുന്ന മൊത്തം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എന്നൊക്കെയാണ് പ്രൂവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് റീലിങ്ക്വിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അതൊരിക്കലും റീലിങ്ക്വിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മേൽ എന്തെങ്കിലും ഒരു ആരോപണം വന്നു, നേരത്തെ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ പറയുന്ന കണക്ക് സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ നമ്മുടെ മേലിൽ വന്നു, അങ്ങനെയാണെങ്കിൽ റീലിങ്ക്വിഷ്മെൻറ്റും കാര്യങ്ങളും ഒന്നും നടക്കില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ലാസ്റ്റ് സിറ്റുവേഷൻ നോക്കിയേ. അബൈറ്റ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ഡാമേജ് ഓർ ഡിസ്ട്രോയിഡ് ഗുഡ്സ്. അബൈറ്റ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി ഓൺ ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയിഡ് ഗുഡ്സ്, സെക്ഷൻ 22. ഇതും പിൽഫറേജും തമ്മിൽ ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? പിൽഫറേജിൽ എന്താ ചെയ്യുന്നത്? ചെറിയ രീതിയിലുള്ള കള്ളത്തരങ്ങൾ, ചെറിയ രീതിയിൽ നമ്മുടെ സാധനങ്ങൾ ലീക്കേജ് ആയിപ്പോയി, ചെറിയ രീതിയിൽ അത് ലോസ്റ്റ് ആയിപ്പോയെങ്കിൽ നമ്മളത് പിൽഫറേജ് ആയിട്ട് കൂട്ടും. ഈ അബൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് ഡിസ്ട്രോയ് ആയിപ്പോയി, ആ ഗുഡ്സ് ഡാമേജ് ആയിപ്പോയി. ഓക്കെ അല്ലേ? നമ്മളൊരു ബെൻലി, നേരത്തെ പറഞ്ഞ കണക്ക് ബെൻലി കാറാണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നപ്പോൾ ബെൻലി എന്ത് ചെയ്തു? പൊട്ടിച്ചളങ്ങി, ഗ്ലാസ്സൊക്കെ പൊട്ടി മൊത്തം പ്രശ്നമായിട്ട് എലിയൊക്കെ കയറി വയറൊക്കെ കണ്ടിച്ചിട്ടേക്കുന്നു, മൊത്തം മുറിച്ച് നശിപ്പിച്ചിട്ടേക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ഡാമേജ് അല്ലേ? നമ്മൾ മൊത്തം പൈസ അടയ്ക്കേണ്ടി വരുമോ? നമ്മുടെ ഗുഡ്സ് അവിടുന്ന് ഇങ്ങോട്ട് അയക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? നമ്മൾ അയക്കുന്ന ആ ഷിപ്പിൻ്റെ അവിടം വരെ ആണെങ്കിൽ കസ്റ്റം പേഴ്സൺ ഇൻചാർജിന്, അത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ കസ്റ്റോഡിയനാണ് അതിൻ്റെ ചാർജ് അല്ലേ? അപ്പോൾ കസ്റ്റോഡിയൻ വേണം ആ ഗുഡ്സ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് സംരക്ഷിക്കാൻ. അങ്ങനെ സംരക്ഷിക്കാൻ അവർ കഴിഞ്ഞില്ലെങ്കിൽ, ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അവരെന്ത് ചെയ്യും? ടാക്സിന് ഒരു ഡിസ്കൗണ്ട് തരും. ആ ഡിസ്കൗണ്ടിനാണ് എന്തെന്ന് വിളിക്കുന്നത്? അബൈറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം, സിറ്റുവേഷൻസ് നോക്കാം. കേസസ് വെയർ അബൈറ്റ്മെൻറ്റ് ഈസ് അവൈലബിൾ ബിഫോർ അൺലോഡിങ്, അൺലോഡിങ്ങിന് മുമ്പ്, ആഫ്റ്റർ അൺലോഡിങ് ബട്ട് ബിഫോർ എക്സാമിനേഷൻ. ഒന്നാമത്തെ സിറ്റുവേഷൻ പറയുന്നത് അൺലോഡിങ്ങിന് മുമ്പ്. ഓക്കെ, ഇനി അൺലോഡിങ്ങിന് ശേഷമാണെങ്കിൽ ബിഫോർ എക്സാമിനേഷൻ. അൺലോഡിങ്ങിന് ശേഷമാണെങ്കിൽ ബിഫോർ എക്സാമിനേഷൻ. ഓക്കെ, ഫോർ അസസ്മെൻറ്റ് ഓഫ് കസ്റ്റംസ് അതോറിറ്റീസ്. ഓക്കെ, അടുത്ത ഇൻ വെയർ ഹൗസ് ബിഫോർ ക്ലിയറൻസ്. ഒന്നുമില്ലടാ, ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട, എല്ലാ സിറ്റുവേഷനിലും നമുക്കിത് കിട്ടും. ഈ 3 പോയിന്റിലൂടെ നമ്മുടെ എല്ലാ സിറ്റുവേഷനും ഇൻക്ലൂഡായി. ബിഫോർ അൺലോഡിങ്, അൺലോഡിങ്ങിന് മുമ്പ്, ആഫ്റ്റർ അൺലോഡിങ്, ബട്ട് ബിഫോർ എക്സാമിനേഷൻ ഓഫ് അസസ്മെൻറ്റ് ബൈ കസ്റ്റം അതോറിറ്റീസ് അസസ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഇൻ വെയർ ഹൗസ് ബിഫോർ ക്ലിയറൻസ്. സത്യം പറഞ്ഞാൽ ക്ലിയറൻസിന് മുമ്പ് എപ്പോൾ ഈ സംഭവം നടന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അബൈറ്റ്മെൻറ്റ് മേടിക്കാൻ പറ്റും. ആ അബൈറ്റ്മെൻറ്റ് എങ്ങനെയാണ് മേടിക്കുന്നത് നോക്കിയേ. എമൗണ്ട് ഓഫ് ഡ്യൂട്ടീസ് അവിടെ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഈ അബൈറ്റ്മെൻറ്റിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ തന്നെ ഇവിടെയും പറയാം. ഓക്കെ, 1000 രൂപയാണ്, 1000 വാല്യൂ ഉള്ള ഗുഡ്സാണ് നമ്മൾ അയക്കുന്നത്. CIF വാല്യൂ എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, അത് എന്ത് ചെയ്തു? ഇവിടെ വന്നപ്പോൾ അതിൻ്റെ വാല്യൂ 900 ആയിട്ട് മാറി, 900 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? നമ്മൾ പഠിച്ച റൂൾ എന്താണ്? ഇവിടെ നമ്മൾ ഡ്യൂട്ടി എന്ന് പറയുന്നത് 10% ആണ് സങ്കല്പിക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച റൂൾ എന്താണ്? ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് CIF വാല്യൂവിൻ്റെ മേൽ മാത്രമേ ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റൂ, ഡ്യൂട്ടി കളക്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ CIF വാല്യൂ ഇവിടെ എത്രയാണ്? 1000 രൂപയാണ്. ഇവിടുത്തെ ഡ്യൂട്ടി എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ്. അങ്ങനെയാണെങ്കിൽ 1000ൻ്റെ 10% ഉള്ള 100 രൂപയ്ക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരുന്നത്. 100 രൂപയായിരിക്കും നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ വാല്യൂ, എത്ര വാല്യൂവിൻ്റെ ഗുഡ്സേ ഉള്ളൂ? 900 റുപ്പീസിൻ്റെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് അങ്ങ് ലെസ് ചെയ്ത് കളയും. അത്രേ ഉള്ളൂ സാധനം. സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്നതാണ്. നോക്കിയേ, നമ്മൾ ടോട്ടലി പേ ചെയ്യേണ്ടി വരുന്ന 100 രൂപ മൈനസ് 100 ഇൻറ്റു
900 ഡിവൈഡഡ് ബൈ 1000. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായില്ലേ? അതായത് നമ്മൾ ടോട്ടലി പേ ചെയ്യേണ്ടി വരുന്ന 100 രൂപ. ഓക്കെ അല്ലേ? ഇനി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് നമുക്ക് എത്ര എമൗണ്ട് നശിച്ച എത്ര ഇപ്പോൾ ഇവിടെ 100 രൂപയുടെ സാധനം നശിച്ചില്ലാണ്. ആ 100 രൂപയുടെ ഡാമേജ് ആയ സാധനത്തിന് എത്ര ടാക്സ് നമ്മൾ പേ ചെയ്യേണ്ടി വരും? ഇത് ടോട്ടൽ 100 രൂപ എന്ന് പറയുന്നത് 1000-നാണ്. ഡിസ്ട്രോ ആയി പോയത് എത്രയാണ്? 100-നാണ്. അങ്ങനെയാണെങ്കിൽ 100ൻ്റെ പ്രൊപ്പോർഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 100 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 900 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഡിസ്ട്രോ ആയിപ്പോയ 100 യൂണിറ്റിൻ്റെ 100 വാല്യൂവിൻ്റെ എന്ത് കിട്ടും? നമ്മുടെ ഡ്യൂട്ടി കിട്ടും. ആ ഡ്യൂട്ടി ഇതിൽ നിന്ന് കുറച്ച് കളഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനൊരു ഇക്വേഷനായിട്ട് പറയുകയാണെങ്കിൽ എന്ത് എഴുതാം? നോക്കി, ഡ്യൂട്ടി ബിഫോർ ഡാമേജ് ഒന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ അടയ്ക്കേണ്ട ആക്ച്വൽ ഡ്യൂട്ടി മൈനസ് അതേ ഡ്യൂട്ടി ബിഫോർ ഡാമേജ് ഇൻറ്റു എന്ത് വാല്യൂ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ഡാമേജ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡ്യൂട്ടി ബിഫോർ ഡാമേജ് മൈനസ് ഡ്യൂട്ടി ബിഫോർ ഡാമേജ് ഇൻറ്റു വാല്യൂ ഓഫ് ഗുഡ്സ് ആഫ്റ്റർ ഡാമേജ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ്. ഓക്കെ അല്ലേ? അതിനൊരു ഇക്വേഷനൊക്കെ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് മൈനസ് ഡ്യൂട്ടി ഓൺ ഗുഡ്സ് ബിഫോർ ഡാമേജ് ഇൻറ്റു വാല്യൂ ഓഫ് ഗുഡ്സ് ഡിസ്ട്രോയിഡ് ഡിവൈഡഡ് ബൈ വാല്യൂ ഓഫ് ഗുഡ്സ് ബിഫോർ ഡാമേജ്. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? ഒന്നുമില്ല. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്ര രൂപയാണോ വന്നത്, എത്ര വാല്യൂ ആണോ വന്നത്, ആ വാല്യൂവിനുള്ള പ്രൊപ്പോർഷനേറ്റ് ടാക്സിന് നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് കളഞ്ഞു. ടാക്സിനല്ല, ഡ്യൂട്ടിയെ. ഓക്കെ, ഇനി താഴെ എഴുതിയിരിക്കുന്ന കുറച്ച് കാര്യം കൂടെ നോക്കി. വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഗുഡ്സ് ഓർ ഡിസ്ട്രോയിഡ് ഗുഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞില്ലേ വാല്യൂ ഓഫ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെ 900 രൂപയുടെ സാധനമേ ഉള്ളൂ, 100 ഡാമേജ് ആയി പോയെന്ന്. എങ്ങനെ അറിയാം 100 ഡാമേജ് ആയി പോയെന്ന്? ആര് പറയും ഡാമേജ് ആയി പോയെന്ന്? നമ്മുടെ പ്രോപ്പർ ഓഫീസർ പറയും. ആര് പറയും? പ്രോപ്പർ ഓഫീസർ പറയും. ഓക്കെ അല്ലേടാ? വാല്യൂ അസർട്ടൈൻഡ് ബൈ പ്രോപ്പർ ഓഫീസർ. പ്രോപ്പർ ഓഫീസറാണ് പറയുന്നത് 100 രൂപയുടെ സാധനമാണ് ഡാമേജ് ആയി പോയതെന്ന്. ഓക്കെ, ഇനി നമ്മുടെ പ്രോപ്പർ ഓഫീസർ ഈ ഡാമേജ് ആയി പോയ സാധനം പുറത്തെന്ത് ചെയ്തു? ലേലത്തിന് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ലേലത്തിന് വിറ്റപ്പോൾ നമുക്ക് എത്ര എമൗണ്ട് ആണോ കിട്ടിയത്, ആ എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിസ്ട്രോയിഡ് ഗുഡ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. നോക്കി, പ്രോപ്പർ ഓഫീസർ മേ സെൽ ദ ഗുഡ്സ് ബൈ പബ്ലിക് ഓപ്ഷൻ, ടെൻഡർ ഓർ ഇഫ് ഇമ്പോർട്ടർ എഗ്രീസ് ഇൻ എനി അതർ വേസ് ദ ഗ്രോസ് സെയിൽ പ്രൊസീഡ് ഷാൾ ബി ഡീംഡ് ടു ബി ദ വാല്യൂ ഓഫ് സച്ച് ഗുഡ്സ്. അങ്ങനെയാണെങ്കിൽ ആ സെയിലിലൂടെ നമുക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് എന്താണോ അതാണ് വാല്യൂ ഓഫ് ഡാമേജ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേടാ? സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ ഉണ്ട്. എക്സാമ്പിൾ 9 പേജ് നമ്പർ 368. നിങ്ങൾ ചെയ്തു നോക്കുക. സിമ്പിൾ എക്സാമ്പിളാണ്. ഞാൻ ഇനി പറഞ്ഞ് ഈ വീഡിയോ ഇനിയും കൂടെ ലെങ്തി ആക്കുന്നില്ല. സിമ്പിൾ എക്സാമ്പിളാണ്, നിങ്ങൾ ചെയ്തു നോക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യം സെയിം തന്നെയാണ്. ഒന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മാക്സിമം വാല്യൂവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.